Hello. Hello everyone. A warm welcome. ഇന്ന് നമ്മളിതാ ബോട്ടണി +2 റാപ്പിഡ് റിവിഷനുമായിട്ടാണ്. ഇനീഷ്യലി വി ഹാവ് ദ മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ അറ്റ് എ ഗ്ലാൻസ് നമുക്കതൊന്ന് കണ്ടിട്ട് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇക്കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് കാറ്റഗറി നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. മാക്സിമലി ക്വസ്റ്റ്യൻ്റെ ഓർഡറിൽ തന്നെ ആൻസർ എഴുതാൻ ശ്രമിക്കണം. ആൻസർ എനി 3 questions from 1 to 4, each carries 1 score. ഓക്കെ, അപ്പോൾ നമ്മളതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ആൻസർ. Removal of anthers from flower bud before the anthers dehisces using a pair of forceps. ഈ പ്രോസസ്സിൻ്റെ പേര് ഇമാസ്കുലേഷൻ എന്നാണ്. ഇമാസ്കുലേഷൻ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിലെ ഒരു സ്റ്റെപ്പാണിത്. നമ്മൾ ചൂസ് ചെയ്ത പ്ലാന്റ് ഒരു ബൈസെക്ഷൽ ഫ്ലവറിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബൈസെക്ഷൽ നേച്ചർ നന്നാൽ അവിടെ ഓട്ടോഗെമി, സെൽഫ് പോളിനേഷനിലെ ഓട്ടോഗെമി, പോളിനേഷൻ വിത്തിൻ ദ സെയിം ഫ്ലവർ നടക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ? അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഫ്ലവർ ബഡ് ഓപ്പൺ ആവണതിൻ്റെ മുമ്പേ അതിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ, ആന്തേഴ്സിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്, അതുവഴി ഓട്ടോഗെമി പ്രിവെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, അതിൻ്റെ പേരാണ് ഇമാസ്കുലേഷൻ. ഇങ്ങനെയുള്ളൊരു ബൈസെക്ഷൽ ഫ്ലവർ, ഇത് ബൈസെക്ഷൽ ആണ്. നമുക്ക് പക്ഷേ ഇത് ഫീമെയിലായി ചൂസ് ചെയ്ത പ്ലാന്റിലാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കൂ. അപ്പോൾ അതിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ നമ്മളായിട്ട് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി സ്റ്റെയ്മെനുകളെ കട്ട് ചെയ്യണം, അതിലെ സ്റ്റെയ്മെനുകളെ റിമൂവ് ചെയ്യണം. ആ റിമൂവലിൻ്റെ പേരാണ് ഇമാസ്കുലേഷൻ. ഈ ആന്തേഴ്സിൻ്റെ പോർഷൻ റിമൂവ് ചെയ്തിട്ട് ഈ ഫ്ലവറിനെ ട്രാൻസ്ഫോം ചെയ്ത് എന്താക്കി മാറ്റണം? യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവറാക്കി മാറ്റണം. അതുവഴി ഓട്ടോഗെമി പ്രിവെൻറ്റ് ചെയ്യണം. അത് ഫ്ലവർ ബഡ് സ്റ്റേജിൽ തന്നെ നടത്തണം. അതിനുവേണ്ടി നമ്മളായിട്ട് അതിൻ്റെ കൊറോള ഓപ്പൺ ചെയ്ത് അതിലെ സ്റ്റെയ്മെൻസിനെ റിമൂവ് ചെയ്ത് യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവറാക്കി മാത്രം മാറ്റുന്ന ഈ പ്രോസസ്സിൻ്റെ പേരാണെന്ത്? ഇമാസ്കുലേഷൻ. ഇമാസ്കുലേഷന് ശേഷം ഔട്ട്സൈഡിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസിനെ വരാതിരിക്കാൻ വേണ്ടി ഒരു ബട്ടർ പേപ്പർ കവർ കൊണ്ട് ഇത് കവർ ചെയ്യുന്നതിൻ്റെ പേരായിരുന്നു കേട്ടോ ബാഗിങ്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ബാഗ് വീണ്ടും തിരിച്ചിടുന്നതിൻ്റെ പേരായിരുന്നു റീബാഗിങ്. ഇതെല്ലാം ഹൈബ്രിഡൈസേഷൻ്റെ സ്റ്റെപ്സ് ആണ്. ദ റൈറ്റ് ആൻസർ ഈസ് ഇമാസ്കുലേഷൻ. മൂവിങ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, GPP അഥവാ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് R ഈസ് ഈക്വൽ ടു NPP. വേർ ഡസ് R സ്റ്റാൻഡ്സ് ഫോർ? ഇവിടെയുള്ള ആറിനും കൂടാതെ dN/dt ഈസ് ഈക്വൽ ടു RN എന്നൊക്കെ ഇക്വേഷൻ എഴുതുമ്പം എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് റേറ്റിലും ലൈക്ക് ജിയോമെട്രിക് ഗ്രോത്തിലൊക്കെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് റേറ്റിലൊക്കെ ഇക്വേഷൻ എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ ആറും അത് രണ്ടും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. രണ്ടും ഡിഫറൻ്റ് ആണ്. റൈറ്റ്. ഇവിടെ GPP മൈനസ് R ഈസ് ഈക്വൽ ടു NPP എന്നതിലെ R അത് റെസ്പിറേഷൻ ലോസസ് ആണ്, റെസ്പിറേഷൻ ആണ്, റേറ്റ് ഓഫ് റെസ്പിറേഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അതേസമയം dN/dt ഈസ് ഈക്വൽ ടു RN എന്നെഴുതുന്നതിലെ R അത് ഇൻട്രിൻസിക് ഗ്രോത്ത് റേറ്റ് ആണ്. ഗ്രോത്ത് റേറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ലെറ്റർ ആയിരുന്നു സ്മോൾ ലെറ്റർ R. ഇവിടെ റെസ്പിറേഷൻ ലോസസ് ആണ്, റെസ്പിറേഷൻ ലോസ് ആണ് R. GPP the gross primary productivity minus R the respiratory losses is equal to NPP the net primary productivity. Okay, question number 3. Which enzymes are known as molecular scissors? ബയോടെക്നോളജിയിൽ മോളിക്കുലാർ സിസേഴ്സ് എന്നറിയപ്പെടുന്നത് റെസ്ട്രിക്ഷൻ എൻസൈംസിനെയാണ്. റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് മോളിക്കുലാർ സിസേഴ്സ്. NCERT പറയുന്നത് എന്താണ്? The RDNA technology became possible by the discovery of so-called molecular scissors, the restriction enzymes എന്നാണ് ബുക്കിലുള്ളത്. So molecular scissors are the restriction enzymes. Question number 4. Name the first transgenic cow that produced human protein enriched milk. ആ കൗവിൻ്റെ പേര് റോസി എന്നാണ്. The first transgenic cow was Rosie. റോസിൻ്റെ മിൽക്കിലുള്ളത് ഹ്യൂമൻ പ്രോട്ടീൻ ആണ്. ഹ്യൂമൻ പ്രോട്ടീൻ്റെ പേര് ഹ്യൂമൻ ആൽഫ
ലാക്ടാൽബുമിൻ. ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ അതും 2.4 ഗ്രാംസ് പെർ ലിറ്റർ എന്ന നിരക്കിലാണുള്ളത്. ഇവിടെ റോസി എന്ന പേര് മാത്രം എഴുതിയാൽ മതിയായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5. ആൻസർ എനി 9 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയൊക്കെയുള്ളത് ശ്രദ്ധിച്ചോളണം. അനാവശ്യമായിട്ട് കുറേ ടൈം എക്സ്ട്രാ എഴുതി സ്പെൻഡ് ചെയ്യണ്ടല്ലോ. ഐഡന്റിഫൈ ദ ഗിവൺ ഫിഗർ ആൻഡ് ലേബൽ ദ പാർട്സ് ഗിവൺ ബിലോ. ആസ് യു നോ, ഇവിടെ തന്ന പിക്ചർ അത് ഡൈക്കോട്ട് എംബ്രിയോന്റെ പിക്ചറാണ്. ഡൈക്കോട്ട് എംബ്രിയോ ആണിത്. ഡൈക്കോട്ട് എംബ്രിയോ. ഇതിൽ ഈ പറഞ്ഞ പ്ലിമ്യൂൾ, കോട്ടിലഡൻ, റാഡിക്കൽ, റൂട്ട് ക്യാപ്പ് എന്നിവരെയൊക്കെ ലേബൽ ചെയ്താൽ മതി. ഇവിടെ എ എന്ന് പറഞ്ഞു കൊടുത്തത് തന്നെ പ്ലിമ്യൂൾ ആണ്. പ്ലിമ്യൂൾ അതാണ് ഷൂട്ട് സിസ്റ്റമായി ഡെവലപ്പ് ചെയ്യുക. ഇവിടെ ബി എന്ന് കൊടുത്തത് തന്നെയാണ് കോട്ടിലഡൻസ്. ഡൈക്കോട്ട് ആയതുകൊണ്ട് 2 കോട്ടിലഡൻസ് ആണ് ഉണ്ടാവുക. ഇവിടെ സി എന്ന് കൊടുത്തത് റാഡിക്കൽ ആണ്. നോക്കൂ, കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. ആൻഡ് ഡി അത് റൂട്ട് ക്യാപ്പ് ആണ്. ഓക്കെ, യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി is an outbreeding mechanism seen in plants. Define self-incompatibility. As you know, like outbreeding mechanisms ഒക്കെ സെൽഫ് പോളിനേഷൻ്റെ ചാൻസസിനെ റെഡ്യൂസ് ചെയ്ത് ക്രോസ് പോളിനേഷൻ്റെ ചാൻസസിനെ ഇൻക്രീസ് ചെയ്യാനുള്ളതാണ്. The adaptations shown by the plants to decrease the chances of self-pollination and to increase the chances of cross pollination ആണ് outbreeding devices. അതിലൊരു ഔട്ട്ബ്രീഡിംഗ് ഡിവൈസ് ആണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. സെൽഫ് സ്വയം ഇൻകോമ്പാറ്റിബിൾ ആവാം, മാച്ചിങ് അല്ലാതെ ആവാം. ഇതെന്താണെന്ന് ചോദിച്ചാൽ ആദ്യം പറയണം, ഇറ്റ് ഈസ് എ ജനറ്റിക് മെക്കാനിസം. ഇറ്റ് ഈസ് എ ജനറ്റിക് മെക്കാനിസം. ഇത് ജനറ്റിക്കലി കൺട്രോൾഡ് ആണ്. ഇറ്റ് ഈസ് എ ജനറ്റിക് മെക്കാനിസം. ഇതൊരു ജനറ്റിക് മെക്കാനിസം ആണ്. ഇറ്റ് ഈസ് എ ജനറ്റിക് മെക്കാനിസം വിച്ച് പ്രിവെന്റ് സെൽഫ് പോളൻ. ഇറ്റ് prevents self-pollen. Self-pollen എന്ന് പറയുമ്പോൾ ആരാ? Pollens from the same plant. Pollens from either from the same flower or from another flower of the same plant. അതാണ് self-pollen. It prevents self-pollen. എന്തിൽ നിന്നാണ് പ്രിവെന്റ് ചെയ്യുക? From like post-pollinational changes, the post-pollinational events. Self-pollen from fertilizing ovule. Fertilizing ovule. ഇതിനു വേണ്ടിയിട്ട് എന്തായിരിക്കും നടക്കുന്നുണ്ടാവുക? അതിനു വേണ്ടി ഒന്നുകിൽ പോളൻ ജെർമിനേഷനെ പ്രിവെന്റ് ചെയ്യും, അല്ലെങ്കിൽ പോളൻ ട്യൂബിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. റൈറ്റ്? either by preventing pollen germination, ഒന്നുകിൽ പോളൻ ജെർമിനേഷൻ തന്നെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, or inhibiting the growth of pollen tube. അപ്പോൾ പിന്നെ പോളൻ ട്യൂബ് ഒവ്യൂളിൽ എത്തില്ലല്ലോ, അതുകൊണ്ട് ഫെർട്ടിലൈസേഷൻ നടത്തില്ല. ഒരു പ്ലാന്റിന്റെ സ്റ്റിഗ്മയിൽ അതേ പ്ലാന്റിൽ നിന്ന് തന്നെ റിലീസ് ചെയ്ത പോളൻ ഗ്രെയിൻസ് ഫെർട്ടിലൈസേഷനിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്ന മെക്കാനിസമിന്റെ പേരാണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. ഇറ്റ്സ് എ ജനറ്റിക് മെക്കാനിസം ആൻഡ് ഇറ്റ് പ്രിവെന്റ്സ് സെൽഫ് പോളൻ ഫ്രം ഫെർട്ടിലൈസിങ് ഒവ്യൂൾസ് either by preventing pollen germination or by inhibiting the growth of pollen tube. Okay. Question number 7. What are the climatic factors affecting decomposition? Decomposition affect ചെയ്യാൻ several factors ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഫാക്ടർ ഓക്സിജൻ തന്നെയാണ്. നല്ല ഓക്സിജൻ റേറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഡീകമ്പോസിഷൻ നടക്കുക. അപ്പം ഓക്സിജൻ ഒരു ഫാക്ടറാണ്. ടെമ്പറേച്ചർ മറ്റൊരു ഫാക്ടറാണ്. ഇതും ഒരു ക്ലൈമറ്റിക് ഫാക്ടറാണ്. റൈറ്റ്? മോയ്സ്ചറും ഒരു ക്ലൈമറ്റിക് ഫാക്ടറാണ്. ഇത് മൂന്നും ക്ലൈമറ്റിക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡീകമ്പോസിഷൻ ആണ്. പിന്നൊരു ഫാക്ടർ നമ്മൾ പഠിച്ചത് കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ഡെട്രീറ്റേഴ്സ് ആണ്. കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ഡെട്രീറ്റേഴ്സിൽ പറഞ്ഞത് ഇഫ് ദ ഡെട്രീറ്റേഴ്സ് ഇസ് റിച്ച് ഇൻ നൈട്രജൻ ആൻഡ് ഷുഗേഴ്സ് ലൈക്ക് വാട്ടർ സൊല്യൂബിൾ സബ്സ്റ്റൻസസ് ഡീകമ്പോസിഷൻ ഫാസ്റ്റ് ആവും, ക്വിക്ക് ആവും. ആൻഡ് ഇഫ് ദ ഡെട്രീറ്റേഴ്സ് ഇസ് റിച്ച് ഇൻ ലിഗ്നിൻ ആൻഡ് കൈറ്റിൻ ഡീകമ്പോസിഷൻ സ്ലോവർ ആവും എന്നാണ് പഠിച്ചത് അല്ലേ? സോ അത് പക്ഷേ ക്ലൈമറ്റിക് ഫാക്ടർ ആയിരുന്നില്ല. ക്ലൈമറ്റിക് ഫാക്ടേഴ്സിൽ ഓക്സിജനും ടെമ്പറേച്ചറും മോയ്സ്ചറും ഒക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക. ഇതിനെങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക? ഇവരെല്ലാവരും തന്നെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ആണ്.
ഡീകമ്പോസിഷൻ നടക്കാൻ ഇതെല്ലാം ഹൈ റേറ്റിൽ തന്നെ വേണം. ഇതിന് എക്സ്പ്ലനേഷനും ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ബുക്ക് തന്ന എക്സ്പ്ലനേഷന്റെ ഭാഗമായിട്ട് പറഞ്ഞത് എന്താണ്? വാം ആൻഡ് മോയ്സ്റ്റ് എൻവിയോൺമെന്റ് ഫേവർ ഡീകമ്പോസിഷൻ. വാം ആൻഡ് മോയ്സ്റ്റ് എൻവിയോൺമെന്റ് ഫേവർ ഡീകമ്പോസിഷൻ. അപ്പൊ എന്താ? ഹൈ ടെമ്പറേച്ചറും ഹൈ മോയ്സ്ചറും ഉണ്ടെങ്കിൽ ഡീകമ്പോസിഷനെ ഫേവർ ചെയ്യും. പക്ഷേ ലോ ടെമ്പറേച്ചർ ആൻഡ് അനേറോബയോസിസ് ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ. Low temperature and anaerobiosis inhibits decomposition. So these are the climatic factors that affects decomposition. Oxygen, temperature and moisture. All are directly proportional to the rate of decomposition. For explanation, warm and moist environment favor decomposition, but low temperature and anaerobiosis inhibits decomposition. Moving to the question number 8. What is gel electrophoresis? Name commonly used matrix in gel electrophoresis. What is gel electrophoresis എന്നതിന് ഉത്തരമായിട്ട് എന്താ പറയാ? The mechanism of separating DNA fragments. RENs എന്ന restriction enzymes ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ DNA mixture of fragments ആയി മാറും. ആ മിക്സ്ചർ ഓഫ് ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മെക്കാനിസമിന്റെ പേരാണ് എന്ത്? ജെൽ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, ജെൽ ഇലക്ട്രോഫോറസിസ് DNA ഫ്രാഗ്മെന്റുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഫൈൻ. നെയിം കോമൺലി യൂസ്ഡ് മാട്രിക്സ് ഇൻ ജെൽ ഇലക്ട്രോഫോറസിസ് എന്നൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അത് അഗറോസ് ജെൽ ആണ്. അഗറോസ് ജെൽ ഒരു നാച്ചുറൽ പോളിമർ ആണ്, ഒബ്റ്റെയിൻ ഫ്രം സീവീഡ്സ് ആണ്. So, what is gel electrophoresis? Mechanism of separating and isolating DNA fragments. അതാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ് ഇത് നടത്തുക. Okay, and the name commonly used in matrix in gel electrophoresis, that is agarose gel. Agarose gel. Agar അല്ല, agar ടിഷ്യൂ കൾച്ചർ മീഡിയമിനെ കട്ടിയുള്ളതാക്കാനുള്ളതാണ്. ഇത് അഗാറോസ് ജെൽ എന്നാണ് പേര്. Question number 9. Write short notes on micro injection and biolistics. ഇത് രണ്ടും RDNA-കളെ ഒരു സെല്ലിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെക്കാനിസംസ് ആണ്. ഓക്കെ, അതിൽ മൈക്രോ ഇഞ്ചക്ഷൻ ഫോർ അനിമൽ സെൽസ് ആണ്. അനിമൽ സെൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. അനിമൽ സെൽസിലേക്ക് DNA ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെക്കാനിസമാണ് മൈക്രോ ഇഞ്ചക്ഷൻ. ബയോലിസ്റ്റിക്സിന്റെ വേറെ പേര് ജീൻ ഗൺ എന്നാണ്. അത് ഫോർ പ്ലാന്റ് സെൽസ് ആണ്. പ്ലാന്റ് സെൽസിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? ബയോലിസ്റ്റിക്സ്. രണ്ടും മെത്തേഡ്സ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് RDNA, റീകോംബിനന്റ് DNA into host cells ആണ്. അതിൽ പ്ലാന്റ് സെൽസിന് സ്പെസിഫിക് ആയിട്ടുള്ളതാണ് ബയോലിസ്റ്റിക്സോ ജീൻ ഗൺ. മൈക്രോ ഇഞ്ചക്ഷൻ എന്നത് അനിമൽ സെൽസിനുള്ളതാണ്. മൈക്രോ ഇഞ്ചക്ഷനിൽ എന്താണ് ചെയ്യുക? അനിമൽ സെൽസിന് സെൽ വാൾ ഇല്ലല്ലോ, അവർക്കാകെയുള്ളത് സെൽ മെംബ്രെയിനും പിന്നെ ന്യൂക്ലിയർ മെംബ്രെയിനും. അതിനകത്താണ് അവർക്ക് അവരുടെ DNA ഉണ്ടാവുക അല്ലേ? ആ കേസിൽ ഒരു മൈക്രോ സിറിഞ്ച് പോലത്തെ ഒരു നീഡിലിനെ ലൈക്ക് ഈ ന്യൂക്ലിയസിനകത്തേക്ക് പെനിട്രേറ്റ് ചെയ്യിപ്പിച്ച് DNA എന്ന റീകോംബിനന്റ് DNA ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ പേരാണ് എന്ത്? മൈക്രോ ഇഞ്ചക്ഷൻ. റൈറ്റ്? The RDNA is directly injected into the nucleus of animal cells എന്നതാണ്. ഓക്കെ, ബയോലിസ്റ്റിക്സ് ഓഫ് ജീൻ ഗൺ അത് പ്ലാന്റ് സെൽസിനുള്ളതാണ്. പ്ലാന്റ് സെൽസിനൊരു റിജിഡായ സെൽ വാൾ ഉണ്ടായിരിക്കും. അതിന് താഴെയാണ് സെൽ മെംബ്രെയിൻ ഉണ്ടാവുക. സൈറ്റോപ്ലാസമിനകത്ത് ന്യൂക്ലിയർ മെംബ്രെയിനിനകത്ത് അവർക്ക് DNA ഉണ്ടാവും. ആ കേസിൽ നമ്മൾ ഒരു ഫോറിൻ RDNA ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഗോൾഡിന്റെ അല്ലെങ്കിൽ ടങ്സ്റ്റണിന്റെ മൈക്രോ പാർട്ടിക്കിൾസിനെ യൂസ് ചെയ്യണം. ഗോൾഡ് AU ഓർ ടങ്സ്റ്റൺ W.
ഗോൾഡ് ഓർ ടങ്സ്റ്റൺ മൈക്രോ പാർട്ടിക്കിൾസിന്റെ മേലെ RDNA കോട്ട് ചെയ്യണം, റീകോംബിനന്റ് DNA കോട്ട് ചെയ്യണം. എന്നിട്ട് അതിനെ ഒരു ഹൈ വെലോസിറ്റിയിൽ പ്ലാന്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെക്കാനിസമിന്റെ പേരാണെന്ത്? അത് ബയോലിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺ. അത് ന്യൂക്ലിയസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. Okay, so the RDNA is directly coated onto RDNA, recombinant DNA is coated onto the microparticles of gold or tungsten and bombarded into the plant cells using a high velocity called the biolytics or gene gun. Just a moment, please wait. Hello, hello. Please excuse and welcome back. Here comes our question number 10. Observe the question. dN by dt is equal to Rn into k minus n divided by k. What do N, R, K stands for? Obviously, ഇത് നമ്മുടെ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്, ലോജിസ്റ്റിക് ഗ്രോത്ത് ഇക്വേഷൻ ആണ്. ലോജിസ്റ്റിക് ഗ്രോത്ത് ഇക്വേഷൻ ആണ് dN by dt is equal to Rn into k minus n divided by k, where n is the density, n is the population density, n is the density. ഡെൻസിറ്റിനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ n കൊണ്ടാണ് സൂചിപ്പിക്കാൻ പറ്റുക, അല്ലേ? R എന്നത് ഗ്രോത്ത് റേറ്റ് ആണ്. ഇൻട്രിൻസിക് പവർ ഓഫ് നാച്ചുറൽ ഇൻക്രീസ് എന്നൊക്കെ പറയാം. ഇൻട്രിൻസിക് ഗ്രോത്ത് റേറ്റ് എന്നൊക്കെയാണ് പറയാൻ പറ്റുക, റൈറ്റ്? ഇൻട്രിൻസിക് ഗ്രോത്ത് റേറ്റ്, ഇൻട്രിൻസിക് പവർ ഓഫ് നാച്ചുറൽ ഗ്രോത്ത് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് എന്നൊക്കെ പറയാം. അത് കിട്ടാൻ വേണ്ടി ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരിക, റൈറ്റ്? ദാറ്റ് ഈസ് ദ ലൈക്ക് R ഗ്രോത്ത് റേറ്റ് എന്ന് സിമ്പിളായിട്ട് പറയാം. ഗ്രോത്ത് റേറ്റ്, the intrinsic power of natural increase, and K is carrying capacity. Carrying capacity എന്നതാണ് K, carrying capacity, right? ബി പാർട്ടിൽ ക്യാരിയിങ് കപ്പാസിറ്റിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സ്പേസിന് ലൈക്ക് അവിടുത്തെ റിസോഴ്സസിന്, ഫുഡും സ്പേസുമാണ് റിസോഴ്സസ്. ആ റിസോഴ്സസിന് മാക്സിമം ലോങ് ടേം എത്ര ജീവികളെ ലോങ് ടേം ലൈക്ക് ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ക്യാരിയിങ് കപ്പാസിറ്റി. ക്യാരിയിങ് കപ്പാസിറ്റി എന്നത് അതാണ്, റൈറ്റ്? ഫോർ എക്സാമ്പിൾ, ഒരു പോട്ടിൽ നമ്മൾ പ്ലാന്റ്സിനെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ആ പോട്ടിൻ്റെ സൈസൊക്കെ അനുസരിച്ച് അതിൽ മാക്സിമം എത്ര പ്ലാന്റ്സ് ആണ്, പ്ലാന്റിൻ്റെ സൈസും അനുസരിച്ച്, പോട്ടിൻ്റെ വോളിയം അനുസരിച്ച്, പ്ലാന്റിൻ്റെ സൈസും അനുസരിച്ച് എത്ര ജീവികളെ പരമാവധി, എത്ര ചെടികളെ പരമാവധി വളർത്താൻ പറ്റും എന്നുള്ളതിനൊരു കഴിവുണ്ടാവുമല്ലോ. ഇനി ഒരു ലാൻഡ് ആണെങ്കിലും അതിൽ നടുന്നത് വാഴയോ തെങ്ങോ റബ്ബറോ ഏതും ആയിക്കോട്ടെ, ആ ലാൻഡ് ഏരിയയിൽ പരമാവധി അതിനെ എത്രത്തോളം വളർത്താൻ പറ്റുന്ന ഒരു കണക്കുണ്ടാവുമല്ലോ. അതാണ് ക്യാരിയിങ് കപ്പാസിറ്റി, ബിയോണ്ട് വിച്ച് നോ ഫർദർ ഗ്രോത്ത് ഈസ് പോസിബിൾ, റൈറ്റ്? അതാണ് ക്യാരിയിങ് കപ്പാസിറ്റി. സോ ക്യാരിയിങ് കപ്പാസിറ്റിനെ ഡിഫൈൻ ചെയ്യാൻ ഒരു പാർട്ട് NCERT ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ നേച്ചർ എ ഗിവൺ ഹാബിറ്റാറ്റ്, ലിവിങ് സറൗണ്ടിങ്സിനെയാണ് ഹാബിറ്റാറ്റ് എന്ന് പറയാം, ഹാസ് ഇനഫ് റിസോഴ്സസ് ടു സപ്പോർട്ട് a maximum possible number beyond which no further growth possible.
അതിൻ്റെ പേരാണെന്ത്? ക്യാരിങ് കപ്പാസിറ്റി. In nature, a given habitat has enough resources to support a maximum possible number, beyond which no further growth is possible. Right? അവിടുത്തെ റിസോഴ്സസ് ആയ ഫുഡിനും സ്പേസിനും ആ ജീവിൻ്റെ പരമാവധി എത്ര നമ്പറിനെ ലോങ് ടേം ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്യാരിങ് കപ്പാസിറ്റി. Question number 11. Define Gauss competitive exclusion principle. കോമ്പറ്റീഷൻ എന്നത് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ നമ്മൾ പഠിച്ചൊരു പോർഷനാണ്. അവിടെ ഗോസ് കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? ഒരേ റിസോഴ്സിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്ന റിലേറ്റഡ് ആയ സ്പീഷീസുകൾ ഉണ്ടെങ്കിൽ അവർ ലോങ് ടേം ഒരുമിച്ച് സർവൈവ് ചെയ്യില്ല. പകരം അതിലെ സുപ്പീരിയർ ആയ ആൾ മാത്രം സർവൈവ് ചെയ്യും, ഇൻഫീരിയർ ആയ ആൾ പതുക്കെ എലിമിനേറ്റ് ആവും എന്നതാണ് ഗോസ് കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അപ്പം ആൻസറായി നിങ്ങൾ എഴുതുമ്പം ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് two closely related species competing for the same resources cannot coexist indefinitely. ലോങ് ടൈം അവർ കോ എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ആൻഡ് ദ കോമ്പറ്റേറ്റീവ്ലി inferior one will be eliminated eventually. ഇതാണ് മക്കളെ കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ given by Gauss. Gauss competitive exclusion principle states that two closely related species competing for the same resources cannot coexist indefinitely, and the competitively inferior one will be eliminated eventually. The superior one alone will be existed. ഇതാണ് Gauss competitive exclusion principle. Question number 12. What is primary productivity? Productivity എന്ന് പറയുന്നത് like the amount of biomass or the organic matter produced by the organisms in an area over a time period എന്നുള്ളതാണ്. അത് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആകുമ്പം അത് ഓട്ടോട്രോഫ്സിൻ്റെതാണ്, അത് പ്രൊഡ്യൂസേഴ്സിൻ്റെതാണ്. പ്രൊഡ്യൂസേഴ്സ് എന്ന ഓട്ടോട്രോഫ്സിൻ്റെതാണ് എന്ത്? പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഓക്കെ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി? ഇതാണ് ക്വസ്റ്റ്യൻ. സോ primary productivity is the amount of biomass or organic matter produced by producers like green plants, during photosynthesis. Okay, what are the factors affecting primary productivity എന്ന് ചോദിക്കുമ്പം അത് പ്ലാന്റ് സ്പീഷീസ് ഇൻഹാബിറ്റിംഗ് അൻ ഏരിയ പെടും. പ്ലാന്റ് സ്പീഷീസ് ഇൻഹാബിറ്റിംഗ് അൻ ഏരിയ, right? Photosynthetic capacity of plants, right? And internal CO2 concentration, right? And various environmental factors like temperature, light, moisture, nutrients, etc. Okay, question number 13. What are the transgenic animals? Transgenic animals എന്ന് പറയുമ്പം അതൊരു ഗ്രൂപ്പ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ് തന്നെയാണ്. ജീവികളുടെ ജീനോമിൽ ജനറ്റിക് മെറ്റീരിയലിൽ ചെറുതോ വലുതോ ആയ എന്ത് ചേഞ്ച് വരുത്തിയാലും അവരെ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്നാണ് വിളിക്കുക. ആ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസമുകളുടെ കൂട്ടത്തിൽ അതിൻ്റെ എല്ലാ ബോഡി സെല്ലുകളിലും ഒരു എക്സ്ട്രാ ഫോറിൻ ജീൻ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് വിളിക്കുക. Okay, transgenic animals are a category of genetically modified animals തന്നെയാണ് that have had GMOs, that have had NCERT പ്രയോഗം അങ്ങനെയാണ്, that have had their DNA
manipulated to possess and express an extra, that means foreign DNA, in all its cells എന്നും കൂടിയാണെങ്കിൽ കംപ്ലീറ്റ് ആയി. ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമലിന്റെ ബോഡിയിലത്തെ എല്ലാ സെല്ലുകളിലും ഒരു എക്സ്ട്രാ ജീൻ, ഒരു ഫോറിൻ ജീൻ ഇൻകോർപ്പറേറ്റ് ചെയ്ത് പൊസസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ട്രാൻസ്ജനിക് ആനിമൽസ്. ട്രാൻസ്ജനിക് ആയ റാറ്റുകളും റാബിറ്റുകളും പിഗുകളും കാറ്റിലുകളും ഷീപ്പുകളും ഈവൻ ഫിഷസ് വരെ ഉണ്ടെങ്കിലും more than 95% of all the existing transgenic animals are mice. ഏറ്റവും കൂടുതൽ ട്രാൻസ്ജനിക് ആനിമൽസ് ഉള്ളത് മൈസ് ആണ്. ആൻഡ് ബി പാർട്ട് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, എന്താണ്? മെൻഷൻ 2 യൂസസ് ഓഫ് ട്രാൻസ്ജനിക് ആനിമൽസ്. ഏതെങ്കിലും യൂസസ് പറയാനേ പറയുന്നുള്ളൂ. ഒന്ന്, നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ്, ടു സ്റ്റഡി നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ്. Okay, to study the normal physiology and development. That means how genes are regulated in growth and development, how genes are expressed എന്നതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. For example, the complex growth factor like insulin like growth factors ന്റെ പഠനമൊക്കെ ട്രാൻസ്ജനിക് ആനിമൽസിലാണ് നടത്തിയിട്ടുള്ളത്. To study ഡിസീസസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടും ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യും. ഡിസീസസിനെ പറ്റി പഠിക്കാൻ വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ട്രാൻസ്ജനിക് ആനിമൽസിനെ മോഡൽ ഓർഗാനിസംസ് എന്നാണ് വിളിക്കുക. ഇന്നത്തെ കാലത്ത് ക്യാൻസർ, സിസ്റ്റിക് ഫൈബ്രോസിസ്, റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ്, അൾഷിമേഴ്സ് തുടങ്ങിയ രോഗങ്ങളൊക്കെ പഠിക്കാനുള്ള മോഡൽ ഓർഗാനിസംസ് അവൈലബിൾ ആണ്. പിന്നെ ടു ഒബ്റ്റെയിൻ യൂസ്ഫുൾ ബയോളജിക്കൽ പ്രൊഡക്ട്സ് ആണ്. ബയോളജിക്കൽ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, alpha-1 antitrypsin from transgenic animals is used to treat emphysema. And Rosie, the first transgenic cow with a human protein enriched milk, the human alpha lactalbumin enriched milk, 2.4 grams per liter, right? And to study vaccine safety. For example, the polio vaccines were tested in transgenic mice. And finally, chemical safety testing. ഇതിൽ ഏതെങ്കിലും 2 യൂസസ് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14. A list of organisms is given below. Arrange them in appropriate trophic levels like lion, cow, wolf and trees എന്നാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ ഇവിടെ എന്തായാലും ട്രീസിനെ തന്നെ കീപ്പ് ചെയ്യണമല്ലോ. പ്രൊഡ്യൂസേഴ്സ് പ്രൈമറി പ്രൊഡ്യൂസറായി ഫസ്റ്റ് ട്രോഫിക് ലെവലുള്ളത് ട്രീസ് ആണ്. അതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ളത് കൗ ആണ്. ഓക്കെ, കൗ ഇവിടെ സെക്കൻഡ് ട്രോഫിക് ലെവലിൽ പ്രൈമറി കൺസ്യൂമർ എന്ന PC കാറ്റഗറിയിലാണ് നിൽക്കുക. ദെറാഫ്റ്റർ ലയൺ വരുമോ വോൾഫ് വരുമോ എന്നതായിരിക്കും കൺഫ്യൂഷൻ. ഒബ്വിയസ്ലി വരുന്നത് ലയൺ ആണ് ആസ് ദ സെക്കൻഡറി കൺസ്യൂമർ. ആൻഡ് ഫൈനലി ആണ് ആര് വരിക? വോൾഫ് വരിക. ഫോർത്ത് ട്രോഫിക് ലെവലിൽ ഒരു ടേർഷറി കൺസ്യൂമർ ആയിട്ടാണ് വരിക. സോ ഇതാണ് ഇവിടുത്തെ ലിസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 16. എക്സ്പാൻഡ് GEAC. GEAC എന്നത് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റിയാണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. മെൻഷൻ ഇറ്റ്സ് എയിം കൂടി ചോദിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യ ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്ത ഒരു ഓർഗനൈസേഷന്റെ പേരാണ് എന്ത്? GEAC, Genetic Engineering Approval Committee, which will make decisions regarding the validity of GM research. They will make decisions regarding the validity of GM research. Make decisions regarding the validity of GM research. ജനറ്റിക് എഞ്ചിനീയറിംഗ് റിസർച്ചേഴ്സിന്റെ വാലിഡിറ്റിനെ കുറിച്ചിട്ടുള്ള ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നത് വരാണ്. ഓക്കെ,
തീർന്നില്ല. ആൻഡ് സേഫ്റ്റി ഓഫ് ഇൻട്രൊഡ്യൂസിങ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. ഓൾസോ സേഫ്റ്റി ഓഫ് introducing genetically modified organisms into the public service. ഇത്ര എഴുതേണ്ടതുള്ളൂ ഈ ക്വസ്റ്റ്യൻ. റൈറ്റ്. GAC is the Genetic Engineering Approval Committee, an organization set up by Indian government, and they will make the decisions regarding the validity of genetic modification researches and safety of introducing genetically modified organisms into the public service. Question number 17. Given below is a schematic representation which shows the factors influencing population density. Label A and B. Already ഇവിടെ എമിഗ്രേഷനും മോർട്ടാലിറ്റിയും തന്നിട്ടുണ്ട്. റൈറ്റ്. അതിൽ മോർട്ടാലിറ്റി പോപ്പുലേഷൻ ഡെൻസിറ്റിനെ ഡിക്രീസ് ചെയ്യുന്ന ഒന്നാണ്. എമിഗ്രേഷനും പോപ്പുലേഷൻ ഡെൻസിറ്റിനെ ഡിക്രീസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റിനെ ഇൻക്രീസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സിനെ എഴുതാനാണ് പറയുന്നത്. റൈറ്റ്. ലൈക്ക് മോർട്ടാലിറ്റി പോപ്പുലേഷൻ ഡെൻസിറ്റിനെ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ നേച്ചാലിറ്റി ദ ബർത്ത് റേറ്റ്, നേച്ചാലിറ്റി അതാണ് എ എന്ന ബ്ലാങ്ക് സ്പേസിൽ എഴുതേണ്ടത്. അത് പോപ്പുലേഷൻ ഡെൻസിറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. എമിഗ്രേഷൻ എന്ന ഇ, നേറ്റാലിറ്റിക്ക് ക്യാപിറ്റൽ ലെറ്റർ ബി ആണ് കൊടുക്കുക അല്ലേ? യെസ്. എമിഗ്രേഷൻ എന്ന ഇ അത് ഡെൻസിറ്റിനെ ഡിക്രീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് അതിൽ ലൈക്ക് എമിഗ്രേഷൻ ഓപ്പോസിറ്റ് ആയിട്ട് ഇമിഗ്രേഷനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഐ കൊണ്ടാണ് സൂചിപ്പിക്കാറ്. അത് ഡെൻസിറ്റിനെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സോ എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി ആർ നേറ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ. ഡിഫൈൻ മോർട്ടാലിറ്റി. മോർട്ടാലിറ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ മോർട്ടാലിറ്റി ഡെത്ത് റേറ്റ് ആണ്. ഡെത്ത് അല്ല, ഡെത്ത് റേറ്റ് ആണ്. അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഡെത്ത് ആണ്. പെർ ക്യാപിറ്റ ഡെത്ത്. Right? That means the number of individuals died divided by initial number of population. Adana mortality, the death rate, represented by capital letter D. Okay. Moving on to the question number 18. Define pollination. So simple, right? The transfer of pollen grains. The process of transfer of pollen grains. Transfer of pollen grains from anther to stigma. ഇതിൻ്റെ പേരാണ് എന്ത്? പോളിനേഷൻ. ഓക്കെ. ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ഹാവ് മെനി പെക്യൂലാരിറ്റീസ്. റൈറ്റ് ഡൗൺ എനി 4 സച്ച് പെക്യൂലാരിറ്റീസ്. എൻറ്റമോഫിലി എന്നാണ് പറയുക ഇൻസെക്ട് പോളിനേഷന്. അത്തരം കേസസിലുള്ള പെക്യൂലാരിറ്റീസ്. ഫ്ലവേഴ്സ് കളർഫുൾ ആയിരിക്കും. ഫ്ലവേഴ്സ് ആർ കളർഫുൾ. ഫ്രാഗ്രൻ്റ് ആയിരിക്കും. ഫ്രാഗ്രൻ്റ് എന്ന് പറയുമ്പം അത് പ്ലസന്റ് ഓർഡറോ അല്ലെങ്കിൽ ഫൗൾ ഓർഡറോ ഒക്കെ ആവാം. ഫ്രാഗ്രൻ്റ് ആയിരിക്കും. ഓക്കെ. ഫ്ലവേഴ്സ് ആർ റിച്ച് ഇൻ ഹണി ആൻഡ് നെക്ടർ ആയിരിക്കും. As a reward to the insect, right? Pollen grains are either sticky or hooked ആയിരിക്കും. To get attached with the body of the insects, right? And flowers നോക്കൂ brightly colored ആയിരിക്കും to attract the insects. Fragrant ആയിരിക്കും to attract the insects. Rich in honey and nectar ആയിരിക്കും as a reward to the insect. Pollen grains are sticky or hooked ആയിരിക്കും to get attached with the body of insects. ഇങ്ങനെ ഏതെങ്കിലും 4 ഫാക്ടേഴ്സ് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 19. എക്സ്പാൻഡ് PCR റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. Polymerase chain reaction. Polymerase chain reaction, PCR. ഇവിടെ ഉദ്ദേശിച്ച പോളിമറൈസ് DNA പോളിമറൈസ് എൻസൈം ആണ് കേട്ടോ, അല്ലാതെ RNA പോളിമറൈസ് അല്ല. DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് എൻസൈമിനെയാണ് ഉദ്ദേശിച്ചത്. റൈറ്റ്. വാട്ട് ആർ ദ 3 steps ഇൻവോൾവ്ഡ് ഇൻ PCR? നെയിം ചെയ്താൽ മാത്രം മതി. ഓക്കെ. സോ 3 steps ആർ: ഒന്ന് DNA ഡീനാച്ചുറേഷൻ. DNA ഡീനാച്ചുറേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രൈമർ അന്നീലിംഗ്. പ്രൈമർ അന്നീലിംഗ്, attachment of primers, and finally extension of primers. ഇത് മൂന്നുമാണ് PCR ന്റെ സ്റ്റെപ്സ്. ഓക്കെ.
വാട്ട് ആർ പ്രൈമേഴ്സ്? പ്രൈമേഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. പ്രൈമേഴ്സ് ആർ സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് അഥവാ ആർട്ടിഫിഷ്യൽ ആണ്, കെമിക്കലി സിന്തസൈസ്ഡ് ഒലിഗോന്യൂക്ലിയോടൈഡ്സ്, കുറച്ച് ന്യൂക്ലിയോടൈഡ്സ് അതിലുള്ളൂ, ഒലിഗോന്യൂക്ലിയോടൈഡ്സ് ഓഫ്, ആക്ച്വലി അത് സിംഗിൾ സ്റ്റാൻഡേർഡ് RNAകളാണ്, കോംപ്ലിമെന്ററി ടു ദ 3' ends of DNA. ഇതാണ് മക്കളെ പ്രൈമേഴ്സ്. ഇതിൽ 3' എന്നത് NCERT-യിൽ ഉണ്ടായിരുന്നില്ല, ends of DNA എന്നേ ഉള്ളൂ. ആക്ച്വലി അത് 3' ends of DNA ആണ്. ഇവർ ആക്ച്വലി സിംഗിൾ സ്റ്റാൻഡേർഡ് RNAകളാണ്. ഒരേ DNA-ക്ക് 2 സ്ട്രാൻഡുകൾ ഉള്ളതുകൊണ്ട് 2 സ്ട്രാൻഡുകൾക്കും മാച്ചിങ് ആയ, ലൈക്ക് 2 സ്ട്രാൻഡുകളുടെയും 3' അറ്റങ്ങൾക്ക് മാച്ചിങ് ആയ 2 ടൈപ്പ് പ്രൈമേഴ്സ് വേണം PCR ചെയ്യാൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 20. വാട്ട് ഈസ് ജീൻ തെറാപ്പി? ജീൻ തെറാപ്പി ജനറ്റിക് ഡിസീസസിനെ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് എന്ത്? ജീൻ തെറാപ്പി. ഓക്കെ, അത് ഒരു സിംഗിൾ പ്രോസസ് ആയിരിക്കില്ല, അതിലൊരു സീരീസ് ഓഫ് മെക്കാനിസംസ് ഉണ്ടാവും. ഓക്കെ, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് മെത്തേഡ്സ് ആണ്. ജീൻ തെറാപ്പി ഇസ് എ കളക്ഷൻ ഓഫ് മെത്തേഡ്സ്, എന്തിനു വേണ്ടി അപ്ലൈ ചെയ്യുന്ന മെത്തേഡ്സ് ആണിത്? കളക്ഷൻ ഓഫ് മെത്തേഡ്സ് ദാറ്റ് അലോസ് കറക്ഷൻ ഓഫ് എ ജീൻ ഡിഫക്ട്. എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യുക? by like introducing a functional gene to take over the functions of a non-functional one, right? Collection of methods that allows correction of a gene defect. Gene defect ne correct ചെയ്യാൻ ചെയ്യുന്ന collection of methods ആണിത്. എങ്ങനെയാണ് ഇത് ചെയ്യുക? by inserting the functional gene to take over the functions of a non-functional one. How ADA deficiency disorder occur due to the deletion of ADA gene? ADA gene deleted ആയതാണ് reason. How ADA deficiency disorder occur due to the deletion of ADA gene, adenosine deaminase gene. അതിൽ നിന്ന് ഫോം ചെയ്യുന്ന ഒരു എൻസൈമാണ് adenosine deaminase that is crucial in immune response. Suggest a treatment method to give ADA deficiency. ഒന്നുകിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കാം. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. വേറൊരു മെത്തേഡ് എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ്. ഓക്കെ, ഈ മെത്തേഡ്സ് ADA ഡെഫിഷ്യൻസിനെ ക്യൂർ ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ 1990-ൽ ചെയ്ത ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പിന്റെ ഭാഗമായിട്ട് ഇത് രണ്ടും ചെയ്തിരുന്നില്ല, ബിക്കോസ് ദീസ് ടു ആർ നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറേറ്റീവ്. സോ ഇവിടെ സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു മെത്തേഡ് എഴുതാനേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇത്രയായിരുന്നു നമ്മുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ടൈം. മക്കളെ, നിങ്ങൾക്ക് ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ നന്നായി ചെയ്തിരുന്നല്ലോ അല്ലേ? ഓക്കെ ആയിരുന്നല്ലോ അല്ലേ? എക്സ്പെക്ട് ചെയ്തതുപോലെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് ഡൗട്ട് ചോദിച്ച കുറച്ച് പേരുണ്ട്, നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. യെസ്, എബിലിറ്റി ഓഫ് സ്റ്റിഗ്മ ടു റിജക്ട് ഇറ്റ്സ് ഓൺ പോളൻ ഗ്രെയിൻസ് എന്നത് മാത്രം ആവണമെന്നില്ല സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. ചിലപ്പം സ്റ്റിഗ്മയിൽ മാത്രമായിരിക്കില്ല അത് കൺട്രോൾ ചെയ്യുക. ചിലപ്പോൾ സ്റ്റിഗ്മയിൽ പോളൻ ജെർമിനേറ്റ് ചെയ്തേക്കാം, പോളൻ ട്യൂബിൻ്റെ ഗ്രോത്തിനെ സ്റ്റൈലിലായിരിക്കാം പ്രിവെൻറ്റ് ചെയ്തത്. അതുകൊണ്ട് ലൈക്ക് എബിലിറ്റി ഓഫ് സ്റ്റിഗ്മ എന്ന് മാത്രം പറയുന്നതിൽ അർത്ഥമില്ല. സ്റ്റിഗ്മയിലോ സ്റ്റൈലിലോ ഇത് ജനറ്റിക്കലി ഫിക്സ് ചെയ്ത് നടന്നേക്കാം. ഓക്കെ, ജനറ്റിക് മെക്കാനിസം ഓഫ് പ്രിവെൻറ്റിങ് സെൽഫ് പോളിനേഷൻ ആണ്, അത് സ്റ്റിഗ്മയിലോ സ്റ്റൈലിലോ ആവാം. റൈറ്റ്, കുറേ പേര് ആൻസേഴ്സ് ഓൺ ടൈം റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. യാ, താങ്ക് യു ഓൾ. So let us move on to chapter wise questions at a glance. The very first chapter, sexual reproduction in flowering plants. Prolonged chapter ആണ്, picture based question ഒക്കെ നമ്മൾ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ,
The innermost wall layer of microsporangium, which nourishes the developing pollen grains, is called, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ പേര് ടപ്പീറ്റം എന്നാണ്. ടപ്പീറ്റം. ടപ്പീറ്റമിൻ്റെ സ്പെഷ്യാലിറ്റി ഒപ്പം പറയട്ടെ, ടപ്പീറ്റം കമ്പാരബിളി ലാർജ് സെൽസ് ആണ്. ലാർജ് സെൽസ് ആയിട്ടാണ് ടപ്പീറ്റമിനെ കാണാറ്, വിത്ത് മോർ ദാൻ 1 ന്യൂക്ലിയായി. മോർ ദാൻ 1 ന്യൂക്ലിയസ് കാണാറുണ്ട്. ഒന്നിലേറെ ന്യൂക്ലിയസുകളുള്ള ഒരു മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷനാണ് കാണാറ്. ആന്തറിൻ്റെ വാൾ ലെയേഴ്സ് ആകെ 4 അറിയാം. അത് സക്സസീവായി പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ആയത് എപ്പിഡെർമിസ് ആണ്. എപ്പിഡെർമിസ് സിംഗിൾ ലെയർ ആയിട്ടാണ് കാണാറ്. രണ്ടാമത്തത് എൻഡോതീസിയം ആണ്. എൻഡോതീസിയം സിംഗിൾ ലെയർ ആയിട്ടാണ് കാണാറ്. മൂന്നാമത്തത് മിഡിൽ ലെയേഴ്സ് ആണ്. മിഡിൽ ലെയേഴ്സ് പേര് പോലെ പ്ലൂറൽ 1 to 3 ലെയേഴ്സ് ഉണ്ട്. ഇന്നർമോസ്റ്റ് ലെയർ ആണ് ടപ്പീറ്റം. ടപ്പീറ്റമിനാണ് മോർ ദാൻ 1 ന്യൂക്ലിയസ് കാണാറ്. ഓക്കെ, സോ എപ്പിഡെർമിസ് സിംഗിൾ ലെയർ ആണ്. എൻഡോതീസിയം ആസ് വെൽ സിംഗിൾ ലെയർ ആണ്. മിഡിൽ ലെയേഴ്സ് 1 to 3 ലെയേഴ്സ് ഉണ്ട്. ടപ്പീറ്റം 1 ലെയർ തന്നെയാണ്, but its cells are quite large and generally more than 1 nucleus as well is present. By function, outer 3 layers-നും common functions ആണുള്ളത്, ലൈക്ക് എപ്പിഡെർമിസ്, എൻഡോതീസിയം ആൻഡ് മിഡിൽ ലെയേഴ്സ്. അവർ 3 പേരും കൂടെ ചേർന്ന് പ്രൊട്ടക്ഷനും ഡെഹിസെൻസുമാണ് ഓഫർ ചെയ്യുക. പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഹിസെൻസ് ഓഫ് ആന്തറാണ് ഓഫർ ചെയ്യുക. ബട്ട് ടപ്പീറ്റം അലോൺ പെർഫോം ദ ഫങ്ഷൻ ലൈക്ക് ന്യൂട്രീഷൻ, ഗിവിങ് നറിഷ്മെന്റ് ടു ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ്. ഇവിടെ അതത്രയൊന്നും എഴുതേണ്ട കാര്യമില്ല, സിംഗിൾ ടേം ക്വസ്റ്റ്യൻ ആയിരുന്നു. ടപ്പീറ്റം എന്ന് മാത്രം എഴുതിയാൽ മതി സ്കോർ കിട്ടാൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. After syngamy and triple fusion in embryo sac, embryo will be diploid and endosperm will be. റീസൺ, എംബ്രിയോ ഡിപ്ലോയിഡ് ആയതിൻ്റെ റീസൺ എന്താ? എംബ്രിയോ ഫോം ചെയ്ത പ്രോസസ്സിൻ്റെ പേര് സിംഗമി എന്നാണ്. സിംഗമീൻ്റെ റിസൾട്ട് ആയിട്ടാണ് ആര് ഫോം ചെയ്യുന്നത്? എംബ്രിയോ ഫോം ചെയ്യുന്നത്. സിംഗമിയിൽ ഒരു മെയിൽ ഗമീറ്റും ഒരു ഫീമെയിൽ ഗമീറ്റും തമ്മിലാണ് ഫ്യൂസ് ചെയ്യുക. മെയിൽ ഗമീറ്റും ഹാപ്ലോയിഡ് ആണ്, ഫീമെയിൽ ഗമീറ്റും ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തുണ്ടായ എംബ്രിയോ ലൈക്ക് ആദ്യം അത് സൈഗോട്ടായിട്ടാണ് ഫോം ചെയ്യുക. സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് എംബ്രിയോ ആവുക. അത് ഡിപ്ലോയിഡ് 2n ആയിരിക്കും. പക്ഷേ ട്രിപ്പിൾ ഫ്യൂഷനിൽ പേര് പോലെ 3 പേര് ഫ്യൂസ് ചെയ്യുന്നുണ്ട്. 2 ഫീമെയിൽ പോളാർ ന്യൂക്ലിയായി, ഫീമെയിൽ ഗമീറ്റ്സ് അല്ല, 2 ഫീമെയിൽ പോളാർ ന്യൂക്ലിയായി. അതിനെ ഫീമെയിൽ എന്ന് വിളിക്കാനൊന്നും അത്ര അക്യുറേറ്റ് അല്ല, എംബ്രിയോ സാക്കിൻ്റെ ഭാഗമാണെന്ന് മാത്രം. 2 പോളാർ ന്യൂക്ലിയായി ഓഫ് എംബ്രിയോ സാക്ക്, അതും ഫ്യൂസ് ചെയ്യും. എന്നിട്ട് ഒരു മെയിൽ ഗമീറ്റും കൂടി ഫ്യൂസ് ചെയ്യും. അപ്പം n+n+n ആവും. അപ്പം അത് 3n ആവും. അത് ട്രിപ്ലോയിഡ് ആവും. റൈറ്റ്? എൻഡോസ്പെർം വിൽ ബി ട്രിപ്ലോയിഡ്. ട്രിപ്ലോയിഡ് എന്നതിന് നമ്മൾ 3n എന്ന് എഴുതണം. ഫോർ എക്സാമ്പിൾ, മെയ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സിയ മെയ്സ് എന്നൊക്കെ പറയുന്ന മെയ്സ് ഉണ്ടല്ലോ, നമ്മളെ കോൺ എന്ന് പറയുന്ന പ്ലാന്റ്. ആ കോൺ എന്ന് പറയുന്ന പ്ലാന്റിന് ഡിപ്ലോയിഡ് സൊമാറ്റിക് സെല്ലുകളുടെ ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ 20 ക്രോമസോംസ് ആണ് ഉണ്ടാവുക. ക്രോമസോംസ് 20 ആണ് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് ഗമീറ്റ്സിന്, മെയിൽ ഗമീറ്റ് ആയിക്കോട്ടെ ഫീമെയിൽ ഗമീറ്റ് ആയിക്കോട്ടെ, ഗമീറ്റ്സിനൊക്കെ n=10 ക്രോമസോംസ് ആണ് ഉണ്ടാവുക. അവർക്ക് സൈഗോട്ടിനും അതെ, സൈഗോട്ട് ഡെവലപ്പ് ചെയ്തുണ്ടാക്കിയ എംബ്രിയോക്കും അതെ ഡിപ്ലോയിഡ് നേച്ചർ ആയിരിക്കുമല്ലോ 2n, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 20. അതിൻ്റെ ഡിപ്ലോയിഡ് സൊമാറ്റിക് ക്രോമസോം നമ്പർ തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ അവർക്ക് PEN ട്രിപ്പിൾ ഫ്യൂഷൻ നടന്നുണ്ടായ പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് ഹോൾഡഡ് ഇൻ ദ പ്രൈമറി എൻഡോസ്പെം സെൽ, പിന്നീട് അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായ എൻഡോസ്പെം, അതൊക്കെ ട്രിപ്ലോയിഡ് നേച്ചറിലായിരിക്കണമല്ലോ. അതുകൊണ്ട് അതിന് ട്രിപ്ലോയിഡ് നേച്ചർ 30 ക്രോമസോംസ് ആണ് ഉണ്ടാവുക. റൈറ്റ്? ഇവിടെ ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല. എൻഡോസ്പെം വിൽ ബി ട്രിപ്ലോയിഡ് എന്ന് മാത്രമേ എഴുതാനുണ്ടായിരുന്നുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 3. From the following, select the 2 having haploid chromosome number. നമുക്ക് എല്ലാവരുടെയും ക്രോമസോം നമ്പർ പറയാം. എഗ് ബീങ് ദ ഫീമെയിൽ ഗമീറ്റ് ഹാപ്ലോയിഡ് ആയിരിക്കും. ഗമീറ്റ്സ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ് എന്നതാണ്. എൻഡോസ്പെം ആൻജിയോസ്പെംസിന്റെ കേസിൽ അത് ട്രിപ്ലോയിഡ് ആയിരിക്കും. 3n ആണ്. ജിംനോസ്പെമിന് ഹാപ്ലോയിഡ് ആണ്. അത് വിട്ടു, അത് +1 നമ്മൾ പഠിച്ചതാണ്. സൈഗോട്ട് സിംഗമീൻ്റെ റിസൾട്ട് ആയതുകൊണ്ട് ഡിപ്ലോയിഡ് 2n ആയിരിക്കും. പോളൻ മൈക്രോസ്പോറോജനസിസ് മെയോസിസിന് ശേഷം നടന്നുണ്ടായതുകൊണ്ട് പോളൻ എന്നത് ഹാപ്ലോയിഡ് ആയിരിക്കും. ഗെമറ്റോഫൈറ്റുകളും ഗമീറ്റുകളുമാണ് ഹാപ്ലോയിഡ് ആയിട്ട് ആൻജിയോസ്പെമിലുള്ളത് അല്ലേ. സോ ഇവിടെ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോവിങ് സെലക്ട് ദ 2 ഹാവിങ് ഹാപ്ലോയിഡ് ക്രോമസോം നമ്പർ എന്നതായിരുന്നു. അത് എഗ് എന്ന ഫീമെയിൽ ഗമീറ്റും പോളൻ എന്ന മെയിൽ ഗെമറ്റോഫൈറ്റുമായിരുന്നു കേട്ടോ.
റൈറ്റ്. എഗ് എന്നത് ഫീമെയിൽ ഗമീറ്റ് ആണ്. പക്ഷെ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ആരാണ്? ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് എന്നത് ആൻജിയോസ്പെർമിന്റെ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് എംബ്രിയോസാക്ക് ആണ്. എംബ്രിയോസാക്ക് മൊത്തത്തിലേ ഹാപ്ലോയിഡ് ആണ്. എംബ്രിയോസാക്ക് 7 സെൽഡും 8 ന്യൂക്ലിയേറ്റഡും ഒക്കെ അല്ലേ? അത് ഹാപ്ലോയിഡ് നേച്ചറിലാണുള്ളതെന്ന് വേണം പറയാൻ. റൈറ്റ്. എന്നതുപോലെ മെയിൽ ഗെമറ്റോഫൈറ്റ് പോളൻ ഗ്രെയിൻ ആണ്. ഡെവലപ്ഡ് പോളൻ ഗ്രെയിൻ ആണ്. ഓക്കെ, ജെർമിനേഷനോട് അപ്രോച്ച് ചെയ്യുന്ന പോളൻ ഗ്രെയിൻ ആണ് മെയിൽ ഗെമറ്റോഫൈറ്റ്. അതും ഹാപ്ലോയിഡ് ആണ്. Alright, question number 4 is here. Development of fruit without fertilization and are seedless known as. പ്രോസസ്സിന്റെ പേര് പാർത്തനോകാർപ്പി എന്നാണ് അല്ലെ? പാർത്തനോകാർപ്പി എന്നാണ്. പോളി എംബ്രിയോണി അല്ല, പാർത്തനോകാർപ്പി ആണ്. അപ്പോമിക്സിസ് അല്ല, പാർത്തനോജനസിസ് അല്ല. എല്ലാം നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ, പോളി എംബ്രിയോണി ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ, ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ, മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ്. ഒരേ സീഡിന്റെ ഉള്ളിൽ സാധാരണ നമ്മൾ ഒരു എംബ്രിയോയെ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് ഒന്നിലേറെ കാണുവാണെങ്കിൽ അപ്പം നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹലോ, സ്പീഡ് കുറയ്ക്കണമെങ്കിൽ പറഞ്ഞാൽ മതിയേ. ഓക്കെ, ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ്, അതാണ് പോളി എംബ്രിയോണി. അത് സിട്രസിനും മാംഗോയ്ക്കും ഒക്കെ കാണും. സിട്രസ് ആൻഡ് മാംഗോ എക്സാമ്പിൾസ് ആണ്. ആപ്പോമിക്സിസ്, ആപ്പോ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. മിക്സിസ് എന്ന് വെച്ചാൽ ഫ്യൂഷൻ എന്നാണ്. അപ്പം ആപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഫ്യൂഷൻ ആണ്, വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ്. വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ലൈക്ക് സീഡ് ഫോം ചെയ്യുന്നതിൻ്റെ പേരാണ് അപ്പോമിക്സിസ്. ഫോർമേഷൻ ഓഫ് സീഡ്, ഫോർമേഷൻ ഓഫ് സീഡ് ഫ്രം ovule without fertilization. ഓക്കെ, ആൻഡ് പാർത്തനോകാർപ്പി ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അത് ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട് ഫ്രം ഓവറി വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ് പാർത്തനോകാർപ്പി. അങ്ങനെ ഫോം ചെയ്യുമ്പോൾ അത് സീഡ്ലെസ് ഫ്രൂട്ട്സ് ആയിരിക്കും. സീഡ്ലെസ് ഫ്രൂട്ടിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ, നാച്ചുറൽ പാർത്തനോകാർപ്പി ഫ്രൂട്ടിന് എക്സാമ്പിൾ ആണ് ബനാന. ബനാനനെ എക്സാംപ്ലിഫൈ ചെയ്യുമ്പോഴും ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂനെ എക്സാംപ്ലിഫൈ ചെയ്യുമ്പോഴും കൺഫ്യൂസ്ഡ് ആവരുത്. ബനാന ഓവറിയിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്, പക്ഷെ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ് ഉണ്ടായത്. അതുകൊണ്ട് അത് പാർത്തനോകാർപ്പിക് എക്സാമ്പിൾ മാത്രമാണ്. ഓക്കെ, അത് ഓവറിയിൽ നിന്ന് തന്നെ ഫോം ചെയ്തതാണ്, ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടായതാണ്, സീഡ്ലെസ് ഫ്രൂട്ട് ആണ്. അത് പാർത്തനോകാർപ്പിക് എക്സാമ്പിൾ ആണ്. പക്ഷേ ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ എന്നൊക്കെ പറയുമ്പം അത് കണ്ടീഷൻ ഇതല്ല. ഇൻ ആപ്പിൾ, സ്ട്രോബെറി ആൻഡ് കാഷ്യൂ അവസ്ഥ ഓവറി അല്ലാത്ത ഭാഗങ്ങൾ ഫ്രൂട്ടായി മാറിയതാണ്. അപ്പം അതിൻ്റെ പേര് ലൈക്ക് ഫാൾസ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സ്യൂഡോ ഫ്രൂട്ട്സ് എന്നാണ്. ഫാൾസ് ഫ്രൂട്ട് ഓർ സ്യൂഡോ ഫ്രൂട്ട്സ് ആണ്. ഓക്കെ, alright, so false fruits or pseudo fruits are the fruits developed from parts other than ovary. അതിന് എക്സാമ്പിൾ ആണ് ആപ്പിൾ, സ്ട്രോബെറി ആൻഡ് കാഷ്യൂ. But in banana, the fruit is developed from ovary only, but which is formed without fertilization, thereby said to be parthenocarpic fruits and they will be seedless. പാർത്തനോജെനസിസ് വീണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയ കാര്യമാണ്. അത് ഡെവലപ്മെൻറ്റ് തന്നെയാണ്. ആരുടെ ഡെവലപ്മെൻ്റ് ആണ്? ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഓർ ഓർഗാനിസം എന്ന് വേണമെങ്കിലും പറയാം. ഫ്രം ഫീമെയിൽ ഗമീറ്റ്. ആരാണ് ഈ ഫീമെയിൽ ഗമീറ്റ്? അത് എഗ് ആണ് അല്ലെങ്കിൽ ഓവമാണ്. വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ നടത്താതെ ഫീമെയിൽ ഗമീറ്റായ എഗ് ഓർ ഓവം അതൊരു ഓർഗാനിസമിനെ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ എംബ്രിയോനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പേരാണ് ലൈക്ക് പാർത്തനോജെനസിസ്. സോ പാർത്തനോജെനസിസും പാർത്തനോകാർപ്പിയും ഒന്നും തമ്മിൽ തെറ്റിപ്പോവരുത്. കാർപ്പ് എപ്പോഴും ഫ്രൂട്ടാണ്. കാർപ്പ്, റൈറ്റ്, ലൈക്ക് സ്യൂഡോ കാർപ്പ് അല്ലെങ്കിൽ ഫ്രൂട്ട് വാളായ പെരി കാർപ്പ്. അതിൻ്റെ ലെയേഴ്സായി എപ്പി കാർപ്പ്, മീസോ കാർപ്പ്, എൻഡോ കാർപ്പ്, പ്ലസ് വണ്ണിൽ കേട്ട ആസ്കോ കാർപ്പ്, ബസീഡിയോ കാർപ്പ്. കാർപ്പ് എപ്പോഴും ഫ്രൂട്ടാണ്. സോ പാർത്തനോകാർപ്പി ഇസ് എ ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് ഫ്രം ഓവറി വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, റൈറ്റ്. ആൻഡ് പാർത്തനോജെനസിസ്
ജനസിസ് ഒരു ജനറേഷന്റെ ഫോർമേഷൻ പറയാണ്. ഇൻ പാർത്തനോജനസിസ് an embryo or an organism is formed from the female gamete, the egg or ovum, without fertilization. Here the right answer meant for this question was parthenocarpy എന്ന് മാത്രം മതിയായിരുന്നു. ബാക്കിയൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. ഓക്കെ, here comes question number 5. In some seeds the nucellus may be persistent. ന്യൂസെല്ലസ് എന്നത് ഒവ്യൂളിൻ്റെ ഉള്ളിൽ കാണാറുള്ള ഒരു ഡിപ്ലോയിഡ് ആയ ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ് ഫോർ ഗിവിംഗ് നറിഷ്മെന്റ് ടു ദ ഡെവലപ്പിംഗ് എംബ്രിയോ സാക്. ഒരു ആന്തറിനകത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്ന പോളൻ ഗ്രെയിൻസിന് നറിഷ്മെന്റ് കൊടുക്കാൻ ടപ്പീറ്റം ഉള്ളതുപോലെ ഒവ്യൂളിനുള്ളിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ആയ എംബ്രിയോ സാക്കിന് നറിഷ്മെന്റ് കൊടുത്തിരുന്ന ഒരു ഡിപ്ലോയിഡ് ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ് ന്യൂസെല്ലസ്. അത് ചിലപ്പം പേഴ്സിസ്റ്റന്റ് ആവാം, ചിലപ്പോൾ തീർന്നു പോവാം. ന്യൂസെല്ലസ് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഒവ്യൂള് സീഡായി കഴിയുമ്പം സീഡിൻ്റെ ഉള്ളിൽ ന്യൂസെല്ലസിന്റെ ബാക്കി ഭാഗങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ന്യൂസെല്ലസ് ബാക്കി ആയാൽ റെമനൻസ് ഓഫ് ന്യൂസെല്ലസ് മേ ബി പേഴ്സിസ്റ്റ് വിത്തിൻ ദ സീഡ്സ് ആസ് വെൽ. അങ്ങനെയാണെങ്കിൽ സച്ച് ന്യൂസെല്ലസിന്റെ പേരെന്തെന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ പെരീസ്പെർം എന്നതാണ്. അത് ന്യൂസെല്ലസിന്റെ റെമനൻസ് ആയതുകൊണ്ട് പെരീസ്പെർമിന്റെ പ്ലോയിഡിയും ഡിപ്ലോയിഡി തന്നെ ആയിരിക്കും. എൻഡോസ്പം അതിൻ്റെ ഭാഗമല്ല. എൻഡോസ്പം ട്രിപ്പിൾ ഫ്യൂഷൻ നടന്നുണ്ടായതാണ്. അതുകൊണ്ട് എൻഡോസ്പം ട്രിപ്ലോയിഡ് ആയിരിക്കും കേട്ടോ. സോ എൻഡോസ്പം ട്രിപ്ലോയിഡ് ആണ്, അത് ട്രിപ്പിൾ ഫ്യൂഷൻ്റെ റിസൾട്ടാണ്. അത് അൺഫെർട്ടിലൈസ്ഡ് ഒവ്യൂളിലുള്ള കാര്യമല്ല. സ്ക്യൂട്ടലം എന്നത് സിംഗിൾ ലൈക്ക് കോട്ടിലിഡൻ, ദ സിംഗിൾ കോട്ടിലിഡൻ ഇൻ മോണോകോഡ്സിൻ്റെ പേരാണ് ലൈക്ക് സ്ക്യൂട്ടലം. പ്ലിമ്യൂൾ എംബ്രിയോണൽ ആക്സിസിൽ കോട്ടിലിഡൻ അറ്റാച്ച് ചെയ്തതിൻ്റെ അപ്പർ പോർഷനായ എപ്പികോട്ടൈലിൻ്റെയും ടിപ്പാണ് പ്ലിമ്യൂൾ. അതാണ് പിന്നീട് ഷൂട്ട് സിസ്റ്റമായി മാറുക. So here answer is perisperm, that is the remnants of nucellus that will be diploid. Question number 6. Which of the following part in a flower is haploid? നമുക്കിതിലെ എല്ലാ ഭാഗങ്ങളുടെയും പ്ലോയിഡി പറഞ്ഞു നോക്കാം. ആന്തർ വാൾ ലെയറുകളെല്ലാം ഡിപ്ലോയിഡ് ആയിരിക്കും. ആന്തറിനകത്ത് മൈക്രോസ്പൊറാഞ്ചിമിൻ്റെയും അകത്ത് സ്പോറോജീനസ് ടിഷ്യൂവിലെ സെൽസ് ആയ പൊട്ടൻഷ്യൽ പോളൻ മദർ സെൽസിന് മിയോസിസ് നടന്നു കഴിയുമ്പോൾ മാത്രമാണ് ഹാപ്ലോയിഡ് ജനറേഷൻ ഫോം ചെയ്യുക. ആന്തർ വാൾ ലെയേഴ്സ് ഒക്കെ ഡിപ്ലോയിഡ് ആണ്. പോളൻ മദർ സെൽ എന്ന് എവിടെ കണ്ടാലും ഡിപ്ലോയിഡ് ആണ്. അത് മിയോസിസ് നടക്കാൻ പോണ മിയോസൈഡ് സെല്ലുകളായിരിക്കും. സിനർജിഡ് ഹാപ്ലോയിഡ് ആണ്, കാരണം അത് പാർട്ട് ഓഫ് എംബ്രിയോസാക് ആണ്. ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ആണ് എംബ്രിയോസാക്. എംബ്രിയോസാക്കിന്റെ ചലാസൽ റീജിയനിൽ 3 ആന്റിപോഡൽസ് ഉണ്ടായിരുന്നു. നടുവിലെ വലിയ ക്യാവിറ്റിയായ സെൻട്രൽ സെല്ലിൽ 2 പോളാർ ന്യൂക്ലിയകൾ ഉണ്ടായിരുന്നു. മൈക്രോപൈലാർ റീജിയനിൽ ഒരു ഫീമെയിൽ ഗമീറ്റായ എഗ്ഗും പിന്നെ 2 സിനർജിഡ്സും ഉണ്ടായിരുന്നു. ഒരു എഗ്ഗും 2 സിനർജിഡ്സും ചേർന്നതിൻ്റെ പേരാണ് എഗ് അപ്പാരറ്റസ്. സിനർജിഡ്സിന്റെ ബേസിൽ ഫിംഗർ ലൈക്ക് ഇൻഫോൾഡിങ്സ് ആയ ഫിലിഫോം അപ്പാരറ്റസും ഉണ്ടായിരുന്നു, തിക്കനിങ്സ് ആയിട്ട് അല്ലേ. അതിൽ സിനർജിഡ് എംബ്രിയോസാക്ക് മൊത്തത്തിലെ ലൈക്ക് ഹാപ്ലോയിഡ് നേച്ചറിലാണ് നമ്മൾ പറയാം. സെൻട്രൽ സെല്ല് മാത്രം N+N കണ്ടീഷനിലാണ് നിൽക്കുന്നത്. സെക്കൻഡറി ന്യൂക്ലിയസ് ആയി കഴിയുമ്പം 2 പോളാർ ന്യൂക്ലിയകൾ തമ്മിൽ ഫ്യൂസ് ചെയ്ത് കഴിയുമ്പം സെക്കൻഡറി ന്യൂക്ലിയസ് എന്ന് വിളിക്കും. അപ്പോഴാണ് അവിടെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഫോം ചെയ്യുക. റൈറ്റ്, സിനർജിഡ് ഹാപ്ലോയിഡ് ആണ്. സെക്കൻഡറി ന്യൂക്ലിയസ് ആണ് അടുത്തത് വന്നത്. സെക്കൻഡറി ന്യൂക്ലിയസ് 2 പോളാർ ന്യൂക്ലിയകൾ ഫ്യൂസ് ചെയ്തതാണ്. അതുകൊണ്ട് അതിൻ്റെ പ്ലോയിഡ് ഡിപ്ലോയിഡ് തന്നെയാണ്. സെക്കൻഡറി ന്യൂക്ലിയസ് 2 പോളാർ ന്യൂക്ലിയകൾ ഫ്യൂസ് ചെയ്തതാണ്, മറക്കരുത് കേട്ടോ. So, which of the following part in a flower is haploid എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ സിനർജിഡ് എന്നതാണ്. Hope you can follow me. സ്പീഡ് കൂടുതലാണെങ്കിൽ മക്കളെ പറയണേ. ഓക്കെ, ഷഹീൽ, ഹദി, how you? സ്പീഡ് കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ളത് പറയണം കേട്ടോ, കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ. Question number 7. In aquatic plants like water hyacinth and water lily, the pollination agent is. Okay, even though അവര് ജീവിക്കുന്നത് വാട്ടറിലാണ്, പക്ഷേ പോളിനേഷൻ വാട്ടർ കൊണ്ടല്ല. അവർക്ക് പോളിനേഷൻ നടത്തുന്നത് വിൻഡ് ഇൻസെക്ട് എന്നവരാണ്. റൈറ്റ്, വിൻഡ് ആൻഡ് ഇൻസെക്ട്സ് ആണ്, അല്ലാതെ വാട്ടർ അല്ല, ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് അല്ല, അക്വാറ്റിക് ഓർഗാനിസംസും അല്ല. Even though the water hyacinth, the Iconia crassipus, water hyacinth, terror of Bengal, the scourge of water bodies, and the water lily are aquatic plants, but not all the aquatic plants are pollinated by water. Examples are here. The pollination is done by insects and wind. Question number 8. A date palm seed discovered during archaeological investigation retained viability even after 10,000 years.
The retention of viability is due to the state of inactivity of embryo called പേരാണ് seed dormancy. Seed dormancy. Seed dormancy എന്നാണ് പേര്. Okay, അതൊരു inactive quiescent stage of embryo ആണ് that relax the germination even though the conditions are favorable. Right? അതാണ് seed dormancy. Question number 9. Observe the relationship and fill up the blanks. Intine cellulose മാത്രമൊന്നുമല്ല, ആക്ച്വലി സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ ആണ്. ഓക്കെ, സെല്ലുലോസ് ആൻഡ് പെക്റ്റിനെ പെക്ടോസെല്ലുലോസിക് എന്നൊക്കെ നമ്മൾ വിളിക്കും. റൈറ്റ്, അങ്ങനെയാണ് ആക്ച്വലി ഉള്ളത്. മേജർ പാർട്ട് സെല്ലുലോസ് തന്നെയാണ്. എക്സൈൻ പോളൻ ഗ്രെയിൻ്റെ 2 വാൾ ലെയറുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ. എക്സൈൻ വൺ ഓഫ് ദ മോസ്റ്റ് റെസിസ്റ്റൻറ്റ് ബയോളജിക്കൽ മെറ്റീരിയൽസ് കൊണ്ടാണ് ഫോം ചെയ്തത്. സ്പോറോപോളനിൻ. യെസ് കഷിഷ്, യെസ് എക്സാക്ട്ലി, സ്പോറോപോളനിൻ. അതൊരു പ്രോട്ടീനാണ്. വൺ ഓഫ് ദ മോസ്റ്റ് റെസിസ്റ്റൻറ്റ് ബയോളജിക്കൽ മെറ്റീരിയൽസ് ആണ്. എക്സൈനിൽ പക്ഷേ 1-2 പോയിന്റുകളിലൊക്കെ ആ സ്പോറോപൊളനിൻ ആബ്സെൻ്റ് ആയിരിക്കാം. അങ്ങനെ തിൻ അപ്പർച്ചേഴ്സ് ഫോം ചെയ്തേക്കാം. ആ ഭാഗങ്ങളെ നമ്മൾ ജേം പോസ് എന്നാണ് വിളിക്കുക. അത് ലൈക്ക് പോളൻ ജേർമിനേഷനെ സഹായിക്കും. റെസ്റ്റ് ഓഫ് ഏരിയ എക്സൈൻ അത് സ്പോറോപൊളനിൻ കൊണ്ട് ഫോം ചെയ്തതാണ്. സെക്കൻഡ് വാൾ ലെയർ കൂടി ഉണ്ടാവാറുണ്ട്. കമ്പറബിളി അത് സ്മൂത്ത് ആൻഡ് കണ്ടിന്യൂസ് ലെയർ ആണ്. പേര് ഇൻറ്റൈൻ എന്നാണ്. ഇൻറ്റൈൻ ഉണ്ടാക്കിയത് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ കൊണ്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. ചൂസ് ദ കറക്റ്റ് ആൻസർ. A parthenocarpic fruit is. Parthenocarpic fruit ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടായ ഫ്രൂട്ടാണ്. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. അതുകൊണ്ട് ഇവിടെ സ്ട്രൈറ്റ് അവേ നമ്മൾ ആൻസറിലേക്ക് പോവാണ്. ബനാന. ഓക്കെ, ആപ്പിൾ ഒരു ഫാൾസ് ഫ്രൂട്ടാണ്. ഫാൾസ് ഫ്രൂട്ട് തലാമസ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഫ്രൂട്ട് ഫോം ചെയ്തതാണ്. സ്ട്രോബെറിയും ഫാൾസ് ഫ്രൂട്ടാണ്. സ്യൂഡോ ഫ്രൂട്ടാണ്. ഓവറി അല്ലാത്ത ഭാഗമായ തലാമസ് സ്വെൽ ചെയ്തിട്ടുണ്ട്. ഒരു ട്രൂ ഫ്രൂട്ടാണ്. ഒരു ട്രൂ ഫ്രൂട്ടാണ്. ഓവറിൽ നിന്ന് തന്നെ ഫോം ചെയ്തതാണ്. ഫെർട്ടിലൈസേഷൻ നടന്ന് തന്നെ ഉണ്ടായതാണ്. ബനാനൻ്റെ കേസ് എന്താണ്? ഓവറിൽ നിന്ന് തന്നെയാണ് ഫോം ചെയ്തത്, പക്ഷെ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ് ഫോം ചെയ്തത്. അതുകൊണ്ട് അവർ സീഡ്ലെസ് ആയിരിക്കും. പ്രോസസ്സാണ് പാർത്തനോകാർപ്പി. സച്ച് ഫ്രൂട്ട്സ് ആർ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ഓക്കെ. 11. Observe the relationship between the first 2 terms and fill up. എൻഡോതീസിയം പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്യുന്നതാണെങ്കിൽ ടപ്പീറ്റം, മുൻപ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തൊരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് അതിൻ്റെ ആൻസർ ഉണ്ട്. ഇത് ന്യൂട്രിറ്റീവ് ആണ്. ഗിവിംഗ് നറിഷ്മെന്റ് ടു ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ് ആണ്. ന്യൂട്രിറ്റീവ് ലെയർ ഓഫ് ആന്തർ ആണ് ടപ്പീറ്റം. ക്വസ്റ്റ്യൻ നമ്പർ 12. നെയിം ദ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ഇൻ ആൻജിയോസ്പേംസ്. ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ് മെയിൽ ഗെമറ്റോഫൈറ്റിനെയും ഫീമെയിൽ ഗെമറ്റോഫൈറ്റിനെയും. അതിൽ എംബ്രിയോ സാക്ക് ആണ് ഫീമെയിൽ ഗെമറ്റോഫൈറ്റ്. ഫീമെയിൽ ഗെമീറ്റ് അല്ല, ഫീമെയിൽ ഗെമറ്റോഫൈറ്റ്. ഫീമെയിൽ ഗെമറ്റോഫൈറ്റിനകത്താണ് ഫീമെയിൽ ഗെമീറ്റായ എഗ്ഗോറോവം ഫോം ചെയ്യുക. മെയിൽ ഗെമറ്റോഫൈറ്റ് എന്നത് ഒരു ഡെവലപ്ഡ് പോളൻ ഗ്രെയിൻ ആണ്. ഇൻഡെഗ്യുമെന്റ് എന്നത് ഒവ്യൂളിന്റെ കവറിങ്ങിന്റെ പേരാണ്. ഫ്യൂണിക്കിൾ ഒവ്യൂളിന്റെ സ്റ്റാക്കിന്റെ പേരാണ്. മൈക്രോപൈൽ ഒവ്യൂളിന്റെ ടിപ്പ് ഭാഗത്ത് ഇൻഡെഗ്യുമെന്റ്സ് ആബ്സെന്റ് ആയ മൈക്രോസ്കോപ്പിക് ഓപ്പണിംഗ് ആണ്. ഓക്കെ. രാജു went to a rice research station on his study tour. He noticed a scientist working on a rice plant using scissors and forceps. To his surprise, he saw the scientist covering the inflorescence with paper bags. Yeah, name the techniques the scientist was doing. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഭാഗമായി മോഡൽ എക്സാം ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അത് ഞാനിവിടെ സ്ട്രൈറ്റ് അവേ ആൻസറിലേക്ക് പോവാണ്. ഫ്ലവറിൽ നിന്ന് ഫോഴ്സെപ്സോ സിസേഴ്സോ കൊണ്ട് ആന്തേഴ്സിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഇമാസ്കുലേഷൻ. ഇമാസ്കുലേഷൻ അതൊരു ബൈസെക്ഷൽ ഫ്ലവർ ബഡിനെ യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവറാക്കി മാറ്റാനാണ്. ടു പ്രിവെൻറ്റ് ഓട്ടോഗെമി, അതേ ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻ ഡെപ്പോസിഷനെ പ്രിവെൻറ്റ് ചെയ്യാനാണ്. And by a surprise to him, he saw that scientists covering the inflorescence with a paper bag. പ്രോസസ്സിൻ്റെ പേരാണ് ബാഗിങ്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ 2 സ്റ്റെപ്സ് ആണിത്. ഇമാസ്കുലേഷൻ, റിമൂവൽ ഓഫ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ്, the so-called stamens from a bisexual flower bud produced by the female parent. അത് റിമൂവ് ചെയ്ത് യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവർ ആക്കി ഓട്ടോഗെമി പ്രിവെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ബാഗിങ്, കവറിംഗ് ഓഫ് ദി ഇമാസ്കുലേറ്റഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് വിത്ത് ബട്ടർ പേപ്പർ ബാഗ് ടു പ്രിവെൻറ്റ് അൺവാണ്ടഡ് പോളൻസ് ഫ്രം ഔട്ട്സൈഡ് ആണ്. ഓക്കെ. ഗീവ് ദ പർപ്പസ് ഓഫ് ദീസ് ടെക്നിക്സ്. ലൈക്ക് നമുക്കിവിടെ റെസ്പെക്റ്റീവ്ലി എന്ന് പറയാം. ഇനി അതിൻ്റെ പർപ്പസ് പറയാം. പർപ്പസ് എന്താ? ടു പ്രിവെൻറ്റ് ഓട്ടോഗെമി ആൻഡ് അൺവാണ്ടഡ് പോളൻസ്
from outside respectively. That means emasculation is to prevent unwanted autogamy, bagging is to prevent the unwanted pollens from outside. The next question. Copy the figure given below and mark the following എന്നാണ് ക്വസ്റ്റ്യൻ. കുറേ ഭാഗങ്ങളെ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തത് ഹൈലമാണ്. ഹൈലം എന്നത് ഒവ്യൂളിൻ്റെ സ്റ്റാക്ക് ആയ ഫ്യൂണിക്കിളും ഒവ്യൂളും കൂടി ജോയിൻ ചെയ്യുന്ന ഈ പോർഷൻ്റെ പേരാണ് എന്ത്? ഹൈലം. ഓക്കെ, ഫ്യൂണിക്കിൾ ഒവ്യൂളിൻ്റെ സ്റ്റാക്കിൻ്റെ പേരാണ് ഫ്യൂണിക്കിൾ. ഒവ്യൂളിൻ്റെ തണ്ടിൻ്റെ പേരാണ് ഫ്യൂണിക്കിൾ. മൈക്രോപൈലാർ പോൾ ഒവ്യൂളിൻ്റെ ടിപ്പ് ഭാഗമാണ്, അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതാണ് മൈക്രോപൈലാർ പോൾ. മൈക്രോപൈലാർ പോൾ എന്ന് എഴുതാം. റൈറ്റ്. ന്യൂസെല്ലസ് ഒവ്യൂളിനകത്ത് കാണപ്പെടുന്ന ഒരു ഞാൻ എളുപ്പത്തിന് വേണ്ടി ലെറ്റർ മാത്രം ഡിനോട്ട് ചെയ്യുകയാണ്. ഒവ്യൂളിൻ്റെ ഇൻഡെഗ്യുമെൻസിനകത്ത് കാണുന്ന ന്യൂട്രിറ്റീവ് ടിഷ്യൂവിൻ്റെ പേരാണ് ന്യൂസെല്ലസ്. അത് ഡിപ്ലോയിഡ് നേച്ചറിലാണ് ഉണ്ടാവുക. അതിൻ്റെ റെമിനൻസ് ആണ് പെരിസ്പേം. ബ്ലാക്ക് പെപ്പറിലും ബീറ്റിലും ഒക്കെ പെരിസ്പേം കാണാറുണ്ട്. ചലാസൽ പോൾ ഇതാണ്. ചലാസൽ പോൾ ഒവ്യൂളിൻ്റെ ബേസ് ഭാഗത്തിൻ്റെ പേരാണ് ചലാസ. എംബ്രിയോസാക് ഒവ്യൂളിനകത്ത് ഫോം ചെയ്യുന്ന ഫീമെയിൽ ഗെമറ്റോഫൈറ്റിൻ്റെ പേരാണ് എന്ത്? എംബ്രിയോസാക്. സോ ഇങ്ങനെയൊക്കെയാണ് ലേബലിംഗ് വരിക. ആർ യു ഓക്കെ വിത്ത് മീ? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ മക്കളെ? പ്ലീസ് റെസ്പോണ്ട്. ഹായ് അയാൻ, അമീൻ, ഓക്കെ അല്ലേ? Yeah, we are moving on. In artificial hybridization, thank you for response, Ayan. In artificial hybridization, it is important to make sure that sigma is protected from unwanted pollen. This is achieved by emasculation and bagging techniques. Can you explain how emasculation and bagging techniques are performed? ഓൾറെഡി പറഞ്ഞതാണ്, അവിടെ ഞാൻ വെർബലി പറഞ്ഞ് അവസാനിപ്പിക്കുവാണ്. എമാസ്കുലേഷൻ ഈസ് ദ റിമൂവൽ ഓഫ് സ്റ്റേമെൻസ് from a bisexual flower bud produced by the female parent to prevent unwanted autogamy. Bagging means covering the emasculated female flowers with a butter paper bag to prevent unwanted pollens from outside. Okay. Alan, hello. Question. In many grasses, seeds are formed only after fertilization. There are reports that in some grasses, seeds are formed without fertilization. Explain the phenomenon. Processന്റെ പേരാണ് apomixis. 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 Apo means without, mixis means fusion. That means apomixis is without fusion. That means without fertilization. It is a type of asexual reproduction. ഇത് ആക്ച്വലി ഒരു asexual reproduction ആണ്. Okay? Which mimics sexual reproduction. അത് മിമിക് ചെയ്യാണ്, mimics sexual reproduction by producing seeds without fertilization. Right? അതുകൊണ്ട് തന്നെ ഫോം ചെയ്യുന്ന ഓസ്പ്രിങ്സ് ഒക്കെ ക്ലോൺസ് ആയിരിക്കും. പാരന്റിന്റെ അതേ ജനറ്റിക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. The diagram given below shows the transverse section of a young anther. Identify the parts A, B, C and D. എ എന്നിവിടെ മെൻഷൻ ചെയ്തത് ഈ പോർഷൻ ആണല്ലോ അല്ലെ, എ. അപ്പം അത് കണക്റ്റീവ് ആണ്. ആന്തറിന്റെ രണ്ട് ലോബുകളെ തമ്മിൽ കണക്ട് ചെയ്ത പോർഷൻ കണക്റ്റീവ് അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ എന്നൊക്കെ വിളിക്കാം. ബി ആന്തറിന്റെ ഔട്ടർ മോസ്റ്റ് ലെയറിനെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം അത് എപ്പിഡെർമിസ് ആണ്. എപ്പിഡെർമിസ് എന്നതാണ് ബി, എപ്പിഡെർമിസ്. സി എന്ന് മെൻഷൻ ചെയ്തത് നോക്കൂ, മൈക്രോസ്പൊറാഞ്ചിയമിന്റെയും അകത്തുള്ള സെല്ലുകളെയാണ്. അപ്പം അത് സ്പോറോജീനസ് ടിഷ്യൂ ആണ്. സ്പോറോജീനസ് ടിഷ്യൂ. സ്പോറോജീനസ് ടിഷ്യൂവിലെ ഓരോ ഇൻഡിവിജ്വൽ സെല്ലുകളെയും നമ്മൾ പൊട്ടൻഷ്യൽ പോളൻ മദർ സെൽസ് എന്നൊക്കെയാണ് വിളിക്കുക. ഡി എന്ന് കൊടുത്തത് ഒരു തീക്കസിൽ കാണുന്ന റിയലി സിലിണ്ട്രിക്കലായ പക്ഷെ ക്രോസ് സെക്ഷനിൽ സർക്കുലർ ആയി കാണുന്ന ഭാഗമാണ്. അതിൻ്റെ പേര് മൈക്രോസ്പൊറാഞ്ചിയം എന്നാണ്. ഇത്തരം ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം എക്സാമിന് കേട്ടോ. യെസ്. മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് സിംഗിൾ ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ബട്ട് വയോല, കോമലിന and oxalis produce two types of flowers. Explain. രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സിലെ ആദ്യ കാറ്റഗറിന്റെ പേര് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് എന്നാണ്. ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ്. ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ്. രണ്ടാമത്തതിന്റെ പേര് ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ് എന്നാണ്. ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ്. ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് ആൻഡ് ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ്. അതിലെ ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് they do not open at all. അത് എത്ര മെച്ചുർ ആയാലും ഓപ്പൺ ആവില്ല, ഓൾവേസ് ക്ലോസ്ഡ് ആയിരിക്കും.
പക്ഷേ ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ് അങ്ങനെയല്ല. ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ് മെച്യൂർ ആകുമ്പം അത് ആന്തസിസ് നടത്തും, അഥവാ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുന്ന ഫ്ലവേഴ്സ് ആണ് ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ്. ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ് ഓപ്പൺ ചെയ്യുന്ന ഫ്ലവേഴ്സ് ആണ്. ഓക്കെ, ബട്ട് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് ഡു നോട്ട് ഓപ്പൺ അറ്റ് ഓൾ. അതുകൊണ്ട് തന്നെയുള്ള സ്പെഷ്യാലിറ്റി എന്താണ്? ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സിൽ ആന്തേഴ്സും സ്റ്റിഗ്മയും എൻക്ലോസ്ഡ് ആണ്. ആന്തേഴ്സും അതെ, സിഗ്മയും അതെ, എൻക്ലോസ്ഡ് വിത്തിൻ ദ ഫ്ലവർ ആണ്. ആൻഡ് ദേ ലൈ ക്ലോസ് ടു ഈച്ച് അതർ ഓൾസോ. ആന്തേഴ്സ് ആൻഡ് സിഗ്മ ലൈ ക്ലോസ് ടു ഈച്ച് അതർ. പക്ഷേ ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സിൽ അങ്ങനെയല്ല. അവരെ ആന്തേഴ്സും സിഗ്മയും ഒക്കെ എക്സ്പോസ്ഡ് ആണ്, പുറത്തേക്ക് തുറന്നു വെച്ചതുപോലെയാണ്, എക്സ്പോസ്ഡ് ആണ്. അതുകൊണ്ട് എന്ത് സ്പെഷ്യാലിറ്റി ആയിരിക്കും ഉണ്ടാവുക എന്നറിയാലോ? ഇതിലെ ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് ഇനോർമസ്ലി ഓട്ടോഗ്യാമസ് ആണ്. ഇനോർമസ്ലി ഓട്ടോഗ്യാമസ്. ഓട്ടോഗ്യാമി മാത്രമാണ് നടക്കുക. ഇനോർമസ്ലി ഓട്ടോഗ്യാമസ് ആണ്. അതുകൊണ്ട് എന്താ? Therefore, seed production is assured. Seeds are assured. Seed production assured ആണ്, even in the absence of external pollinators. പക്ഷേ ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സിലാവട്ടെ അവർക്ക് ഓട്ടോഗാമിക്കും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ജീറ്റനോഗാമിക്കും ചാൻസ് ഉണ്ട്. ജീറ്റനോഗാമി or xenogamicum chance ഉണ്ട്. Right? So, cleistogamous flowers do not open at all. Their anthers and stigma are enclosed and lie close to each other. Thus, they are enormously autogamous, and seed production is assured in cleistogamous flowers, even in the absence of external pollinators. Chasmogamous flowers open at maturity with exposed anthers and stigma. Thus, there are chances of autogamy, geitonogamy, or xenogamy. And during geitonogamy and xenogamy, they depend on pollinators, the agents. Yes. Question number 19. ഇത് മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ്റെ ഒരു ഫോം തന്നെയാണ്. ഇവിടെ റൂട്ട് ക്യാപ്പിനെ മെൻഷൻ ചെയ്തിട്ടില്ലെന്ന് മാത്രം. ഓക്കെ, ഐഡന്റിഫൈ ദ ഫോളോവിങ് പാർട്സ് ഓഫ് എ ഡൈക്കോട്ട് എംബ്രിയോ. എ എന്നിവിടെ മെൻഷൻ ചെയ്തത് പ്ലിമ്യൂളിനെയാണ്. ഓക്കെ, ബി എന്നിവിടെ മെൻഷൻ ചെയ്തത് കോട്ടിലിഡൻസ് ആണ്. ഡൈക്കോട്ട് ആയതുകൊണ്ട് നോക്കൂ, 2 കോട്ടിലിഡൻസ് ഉണ്ട്. സി എന്നിവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ഹൈപ്പോകോട്ടൈലിനെയാണ്. ഹൈപ്പോകോട്ടൈൽ, റൈറ്റ്. ആൻഡ് ഡി എന്ന് മെൻഷൻ ചെയ്തത് ലൈക്ക് റാഡിക്കലിനെയാണ്. റാഡിക്കലിൻ്റെയും ടിപ്പിൽ കാണുന്ന ഈ ഭാഗമാണ് ആക്ച്വലി ആര്? റൂട്ട് ക്യാപ്പ്. അതിവിടെ മെൻഷൻ ചെയ്തിരുന്നില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ. അനലൈസ് ദ ടേബിൾ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. റെമനൻസ് ഓഫ് ന്യൂസെലസ്. റെമനൻസ് ഓഫ് ന്യൂസെലസിന്റെ പേര് മക്കളെ എന്താണ്? അതിന്റെ പേര് പെരിസ്പേം എന്നാണ്. പെരിസ്പേം, പെരിസ്പേം. അത് ഡിപ്ലോയിഡ് ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. ഫിലിഫോം അപ്പാരറ്റസ്. ഫിലിഫോം അപ്പാരറ്റസിന്റെ റോള് ഗൈഡിങ് പോളൻ ട്യൂബ് ആണ്. ഗൈഡിങ് പോളൻ ട്യൂബ്സ്, പോളൻ ട്യൂബ് ഇൻ ടു എംബ്രിയോ സാക്ക്. ഓക്കെ, പെരികാർപ്പ് അത് ഫ്രൂട്ട് വാളിന്റെ പേരാണ്. ഫ്രൂട്ട് വാളിന്റെ പേരാണ് മക്കളെ എന്ത്? പെരികാർപ്പ്. എംബ്രിയോണൽ ആക്സിസ് എബോവ് ദ ലെവൽ ഓഫ് കോട്ടിലിഡൻസിന്റെ പേര് എപ്പികോട്ടൈൽ എന്നാണ്. എപ്പികോട്ടൈൽ. ഇത്രയും ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. Moving on. Wind is a common abiotic agent of pollination. Write any 4 features of wind pollinated flowers. Easy ആയിട്ടുള്ളതൊക്കെ എഴുതിയാൽ മതിയാവും. Right? Like pollens are light in weight ആയിരിക്കും. Like powdery, dry and non-sticky. Okay. Long style with a feathery stigma. Long style with a feathery stigma. Used to collect the airborne pollen grains. Exerted anthers ആയിരിക്കും. Okay, exerted, inserted അല്ല, exerted. Exerted anthers ആയിരിക്കും. Long filamentin അറ്റത്ത്. Right? Like flowers are either aggregate to form inflorescence. Inflorescence ആയിട്ടാണ് ഫ്ലവേഴ്സിനെ കാണാറ്. റൈറ്റ്. സിംഗിൾ ഒവ്യൂൾ ഇൻ ഓവറി ആയിരിക്കും. സിംഗിൾ ഒവ്യൂൾ ഇൻ ഈച്ച് ഓവറി. ഓരോ ഓവറിൻ്റെയും ഉള്ളിൽ ഒരേ ഒരു ഒവ്യൂളിനെയാണ് കാണാൻ പറ്റുക. ഇതൊക്കെ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ലൈക്ക് അഡാപ്റ്റേഷൻസ് ആണ്. ഒപ്പം തന്നെ ഫ്ലവേഴ്സ് ബ്രൈറ്റ് കളേഴ്സ് ഉണ്ടാവില്ല, ഫ്രാഗ്രൻസ് ഉണ്ടാവില്ല, ഹണി ഓർ നെക്ടർ ആസ് റിവാർഡ് ഉണ്ടാവില്ല എന്നൊക്കെ എഴുതാം.
Question. Fruit formation in apple is different from that in banana. ഞാൻ പലതവണ ഇത് സംസാരിച്ചതാണ്. How do fruit developed in them? ആപ്പിളിൻ്റെ അത് ഫോൾസ് ഫ്രൂട്ട് ആണ്. ഫോൾസ് ഫ്രൂട്ട്, okay, or pseudo fruit developed from part other than ovary, like from thalamus. തലാമസും കൂടി അതിൽ ഇൻവോൾവഡ് ആണ്, റൈറ്റ്. പക്ഷെ ബനാനയുടെ കേസിൽ ബനാനയുടെ ഫ്രൂട്ട് ഫോർമേഷൻ അത് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ആണ്. പാർത്തനോകാർപ്പിക് ആണ്. അവർ സീഡ്ലെസ് ആണ്. സീഡ്ലെസ് ഫ്രൂട്ട്സ് ആണ് ഉണ്ടാക്കുക. ഓവറിൽ നിന്ന് തന്നെയാണ് ഫ്രൂട്ട്, പക്ഷെ അത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടായതാണ്. ഡെവലപ്മെന്റ് ഓഫ് ഓവറി ഇൻ ടു ഫ്രൂട്ട് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ്, പാർത്തനോകാർപ്പിക് ആണ്. സോ ഇതാണ് വ്യത്യാസം. റൈറ്റ് ദ നെയിം ഓഫ് ദീസ് ഫ്രൂട്ട്സ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആപ്പിൾ ഈസ് എ ഫോൾസ് ഫ്രൂട്ട് ആൻഡ് ബനാന ഈസ് എ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. Explain how self-pollination is favored in cleistogamous flowers. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. Cleistogamous flowers do not open at all, right? അതുകൊണ്ട് അവർക്ക് ആന്തേഴ്സും സ്റ്റിഗ്മയും എൻക്ലോസ്ഡ് ആയിരിക്കും. The cleistogamous flowers do not open at all. Thereby, their anthers and stigma are enclosed and lie close to each other. Right? Thus, the seed production is assured even without for external agents. കാരണം ആന്തർ ഡിഹൈസ് ചെയ്ത് പോളൻ റിലീസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അത് പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് സിഗ്മയിൽ. ഇപ്പം എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാ? എക്സ്പ്ലെയിൻ ഹൗ സെൽഫ് പോളിനേഷൻ ഈസ് ഫേവേർഡ് ഇൻ ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ്. ദേ ഡു നോട്ട് ഓപ്പൺ. Cleistogamous flowers do not open. പിന്നെയോ anthers and stigma are enclosed and lie close to each other. Thereby, they are enormously autogamous and seed production is assured. Question. Certain floral features that help for pollination are given below. എന്നിട്ടോ choose the features of wind and insect pollinated flowers from the above. രണ്ട് ടേബിൾ ആക്കിയിട്ടൊക്കെ വേണം ആൻസർ സ്ക്രിപ്റ്റിൽ നിങ്ങൾ റൈറ്റ് അപ്പ് ചെയ്യാൻ കേട്ടോ. ഫ്ലവേഴ്സ് ആർ കളർഫുൾ ആൻഡ് റിച്ച് ഇൻ നെക്ടർ ആണെങ്കിൽ അതെന്തായാലും ഇൻസെക്ട് പോളിനേഷൻ നടത്തുന്നതാണ്. പോളൻ ഗ്രെയിൻസ് ആർ ഡ്രൈ ആൻഡ് നോൺ സ്റ്റിക്കി ആണെങ്കിൽ അത് വിൻഡ് പോളിനേഷൻ്റെതാണ്. Pollen grains are protected from wetting by mucilaginous covering. അത് ഇൻസെക്റ്റുമല്ല വിൻഡുമല്ല, അത് വാട്ടറിൻ്റെതാണ്. അതിവിടെ മെൻഷൻ ചെയ്യേണ്ടി വരില്ല ആൻസർ സ്ക്രിപ്റ്റിൽ. ഫെദറി സ്റ്റിഗ്മ ഉണ്ടെങ്കിൽ അത് വിൻഡ് പോളിനേഷൻ്റെതാണ്. പോളൻ ഗ്രെയിൻസ് ആർ സ്റ്റിക്കി ആണെങ്കിൽ ഇൻസെക്ട് പോളിനേഷൻ്റെതാണ്. റൈറ്റ്. അപ്പം നിങ്ങൾ ആൻസർ സ്ക്രിപ്റ്റിൽ എഴുതുമ്പം ഈ മ്യൂസിലേജ് കവറിംഗ് ഉള്ള പോയിന്റ് എഴുതേ വേണ്ട. കാരണം നമ്മളോട് ചോദിച്ചത് ചൂസ് ദ ഫീച്ചേഴ്സ് ഓഫ് വിൻഡ് ആൻഡ് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ഫ്രം ദ എബോവ് എന്ന് മാത്രമാണ്. Question. Differentiate between autogamy and xenogamy. Autogamy ഒരു സിംഗിൾ പ്ലാന്റിൻ്റെ അകത്ത് സിംഗിൾ ഫ്ലവറിനകത്ത് തന്നെ നടക്കുന്ന പോളിനേഷൻ്റെ പേരാണെന്ത്? ഓട്ടോഗാമി. ഓട്ടോഗാമിയിൽ ലൈക്ക് പോളൻസ് റിലീസ് ചെയ്യുന്നത് അതേ ഫ്ലവറിൻ്റെ സിഗ്മയിലേക്ക് തന്നെയാണ്. അതിനെയാണ് ഓട്ടോഗാമി എന്ന് വിളിക്കുക. റൈറ്റ്. പോളിനേഷൻ വിത്തിൻ ദ സെയിം ഫ്ലവർ ആണ്. ഓക്കെ. അപ്പോൾ പിന്നെ അത് വിത്തിൻ സെയിം പ്ലാന്റ് എന്നൊന്നും പറയേണ്ടതില്ലല്ലോ. ഓൾറൈറ്റ്. ഇതാണ് ഓട്ടോഗാമി. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ. ഇതിൻ്റെ പേരാണ് ഓട്ടോഗാമി. ഓക്കെ. റൈറ്റ്. ആൻഡ് സീനോഗാമി അത് രണ്ട് പ്ലാന്റ്സ് തമ്മിൽ നടത്തുന്ന പോളിനേഷൻ്റെ ഭാഗമാണ് സീനോഗാമി. അതിൽ രണ്ട് പേരന്റ് പ്ലാന്റ്സ് ഇൻവോൾവഡ് ആണ്. ഓക്കെ. രണ്ട് പേരന്റ് പ്ലാന്റുകൾ തമ്മിലാണ് നടക്കുക. ഓൾറൈറ്റ്. ലൈക്ക് ദിസ്. Transfer of pollen grains from anther to stigma of a different plant. ഒരു സെപ്പറേറ്റ് പ്ലാന്റിലേക്ക് പോളൻ ഗ്രെയിൻസിനെ റിലീസ് ചെയ്യുന്നതിൻ്റെ പേരാണ് എന്ത്? സീനോഗമി. അപ്പോൾ ഇത് ഓട്ടോഗമിയാണ്. ആക്ച്വലി ഓട്ടോഗമി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സെൽഫ് പോളിനേഷൻ ആണ്. ഒരു സെൽഫ് പോളിനേഷൻ്റെ കാറ്റഗറിയാണ്. ഓട്ടോഗമിയും ജീറ്റനോഗമിയും സെൽഫ് പോളിനേഷൻ ആണ്. ഇതാണ് ആക്ച്വലി സീനോഗമി. സീനോഗമിയാണ് ക്രോസ് പോളിനേഷൻ. സോ പിക്ചർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് റൈറ്റ് അപ്പ് ചെയ്യാം. എഴുതുമ്പം എന്താണ് എഴുതുക? ഓട്ടോഗമി ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ. Xenogamy is the cross pollination where pollen grains are transferred from
anther to stigma of a different plant. Question. Self-incompatibility is an outbreeding device mechanism seen in plants. Explain self-incompatibility. Model examine ചോദിച്ചതാണ്. ഇതൊരു genetic mechanism ആണെന്ന് നമ്മൾ പറഞ്ഞു. It prevents the self-pollen from fertilizing the ovule either by preventing the pollen germination or inhibiting the growth of pollen tube. Already പറഞ്ഞതുകൊണ്ട് at a glance പറഞ്ഞു നിർത്തിയതാണ്. Observe the figure of monocot seed and label the parts marked as A, B, C and D. ഇവിടെ A എന്ന് തന്നത് എൻഡോസ്പെർമിനെയാണ്. ഓക്കെ, എൻഡോസ്പെർം. മോസ്റ്റ് മോണോകോട്സും എൻഡോസ്പെർമസ് ആണ് എക്സെപ്റ്റ് ഓർക്കിഡ്സ്, റൈറ്റ്. ഇവിടെ ബി എന്ന് പറഞ്ഞു തന്നത് അതിൻ്റെ കോട്ടിലിഡൻ ആണ്. ആക്ച്വലി അതൊരു സിംഗിൾ ഷീൽഡ് ഷേപ്ഡ് കോട്ടിലിഡൻ ആണെന്ന് ഇമാജിൻ ചെയ്യണം. അതിൻ്റെ പേര് സ്ക്യൂട്ടെല്ലം എന്നാണ്. സ്ക്യൂട്ടെല്ലം. ഓക്കെ, സ്ക്യൂട്ടെല്ലം എന്നുള്ളത് ഇവിടുത്തെ കോട്ടിലിഡൻ ആണ്. മോണോകോട്ടുകളുടെ സിംഗിൾ ഡെവലപ്ഡ് കോട്ടിലിഡന്റെ പേരാണ് സ്ക്യൂട്ടെല്ലം. ഇവിടെ സി എന്ന് തന്നത് നോക്കൂ. സി എന്ന് തന്നത് ആരെയാണ്? സി എന്ന് പറയുന്നത് തന്നത് ലൈക്ക് അത് അതിൻ്റെ എംബ്രിയോണൽ ആക്സിസിന്റെ ടിപ്പ് ഭാഗത്തെയാണ്, അഥവാ പ്ലിമ്യൂൾ ഭാഗത്തിനെയാണ്. ആൻഡ് ഡി എന്ന് പറഞ്ഞു തന്നത് ഇവിടുത്തെ റാഡിക്കൽ പോർഷനെയാണ്. അതിന് ചുറ്റുമാണ് കോളിയോറൈസ റൂട്ട് ക്യാപ്പ് ഉണ്ടാവുക അല്ലെ. കോളിയോറൈസ റൂട്ട് ക്യാപ്പിനും പുറത്തുള്ള ഷീത്താണ്. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ. നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുമായി ബേസ് ചെയ്തത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എംബ്രിയോ സാക്കുമായിട്ട്, റൈറ്റ്. ഇത് എംബ്രിയോ സാക്കിന്റെ സ്ട്രക്ചർ ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ലേബൽ എ ആൻഡ് ബി. എ എന്ന് പറയുന്നത് ഇവിടുത്തെ ആന്റിപോഡൽസ് ആണ്. 3 ആന്റിപോഡൽസ് ആണുള്ളത്. ഓക്കെ, ആന്റിപോഡൽസ് ആണ്. സെൻട്രൽ സെൽ ഓൾറെഡി മെൻഷൻഡ് ആണ്. എഗ്ഗിന് ഓൾറെഡി മെൻഷൻഡ് ആണ്. ഇവിടെ 2 സെല്ലുകളിലേക്കാണ് ബി എന്ന് മെൻഷൻ ചെയ്ത് തന്നത്. അത് സിനർജിഡ്സ് ആണ്. സിനർജിഡ്സ്. ഓക്കെ, ലേബൽ എ ആൻഡ് ബി എന്നുള്ള ക്വസ്റ്റ്യൻ തീർന്നു. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ഫിലിഫോം അപ്പാരറ്റസ്. സിനർജിഡ്സിന്റെ ബേസിൽ കാണുന്ന ഈ ഫിംഗർ ലൈക്ക് തിക്കനിങ്സിന്റെ പേരാണ് ഫിലിഫോം അപ്പാരറ്റസ്. ടു ഗൈഡ്, ആരെയാ ഗൈഡ് ചെയ്യുക? ടു ഗൈഡ് ദ പോളൻ ട്യൂബ്. പോളൻ ട്യൂബിനെയാണ് ഗൈഡ് ചെയ്യുക ഇൻ ടു ദ എംബ്രിയോ സാക്ക് ഓർ ഇൻ ടു ദ എംബ്രിയോ സാക്ക് for fertilization. അതാണ് ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ. ഓക്കെ, മൂവിങ് ഓൺ. The developmental stages of male gametes in plants consist of microsporogenesis and male gametophyte. Arrange the following terms in their correct developmental sequence. Pollen grain, sporogenous tissue, anther, microspore tetrad, pollen mother cell, male gamete എന്നൊക്കെയാണ് തന്നത്. ഇവിടെ ആദ്യം തന്നെ നമ്മൾ ആന്തറിനെ മെൻഷൻ ചെയ്യണം. ഓക്കെ, ആന്തർ കഴിഞ്ഞാൽ പിന്നെ മെൻഷൻ ചെയ്യാൻ തന്നതിൽ നിന്ന് മെൻഷൻ ചെയ്യാനുള്ളത് സ്പോറോജീനസ് ടിഷ്യൂവിനെയാണ്. അതിലെ ഇൻഡിവിജ്വൽ സെല്ലുകളെ നമ്മൾ പോളൻ മദർ സെൽസ് എന്നാണ് വിളിക്കുക. പോളൻ മദർ സെല്ലുകൾക്ക് മിയോസിസ് നടക്കുന്നതാണ് മൈക്രോസ്പോറോജനസിസ്. റിസൾട്ടായിട്ട് ടെട്രാഡ് ഫോം ചെയ്യും. ടെട്രാഡ് ഡിസോസിയേറ്റ് ചെയ്ത് മൈക്രോസ്പോർസ് ആവും. അത് ഡെവലപ്പ് ചെയ്തതാണ് പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസിനകത്താണ് മെയിൽ ഗമീറ്റ് ഫോം ചെയ്യുക. ഇങ്ങനെയായിരിക്കും മോഡൽ. ഓക്കെ, ക്വസ്റ്റ്യൻ. റോസ് ഈസ് എ ഫ്ലവർ പോളിനേറ്റഡ് ബൈ ഇൻസെക്ട്സ് വൈൽ ഇൻ പാഡി. പാഡി എന്നുള്ളത് റൈസ് ആണ്, നെല്ലാണ്. പോളിനേഷൻ ഈസ് ബൈ വിൻ. Give any 3 adaptations existing in these plants to facilitate their respective mode of pollination. So റോസിൽ ഇൻസെക്ട് പോളിനേഷൻ ആണെന്ന് പറഞ്ഞു. ഇൻസെക്ട് പോളിനേഷൻ്റെ അഡാപ്റ്റേഷൻസ് ആയി ഫ്ലവേഴ്സ് കളർഫുൾ ആയിരിക്കും എന്ന് പറയാം, ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ് ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, ഫ്രാഗ്രൻ്റ് ആയിരിക്കും. ഇത് രണ്ടും ടു അട്രാക്ട് ദ ഇൻസെക്ട്സ് ആണ്. ഫ്ലവേഴ്സ് ആർ റിച്ച് ഇൻ ഹണി ആൻഡ് നെക്ടർ ആയിരിക്കും. അത് to as a reward to the insects ആയിരിക്കും. Flowers are either large or if small aggregate to form inflorescence to make the flowers conspicuous ആണ്. Sticky or hooked pollen grains ആണ് ഉണ്ടാവുക. Sticky pollen grains or hooked pollen grains ആണ് ഉണ്ടാവുക. ഇതൊക്കെ ഇൻസെക്ട് പോളിനേഷൻ്റെതാണ്. വിൻഡ് പോളിനേഷന് ഫ്ലവേഴ്സ് will not be colorful or fragrant. കളർലെസ് ആയിരിക്കും, ഫ്രാഗ്രൻലെസ് ആയിരിക്കും എന്നതൊക്കെയാണ്. റൈറ്റ്, ഫ്രാഗ്രൻസ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ, ആൻഡ് ലാർജ് നമ്പർ ഓഫ് ന്യൂമറസ് ഡ്രൈ ആയ നോൺ സ്റ്റിക്കി ആയ പൗഡറി ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആണ് ഉണ്ടാവുക.
നോൺ സ്റ്റിക്കി പോളൻ ഗ്രെയിൻസ് ആണ് ഉണ്ടാവുക. ലോങ് സ്റ്റൈൽ വിത്ത് ഫെദറി സ്റ്റിഗ്മ ഉണ്ടായിരിക്കും. ഓക്കെ, ലോങ് സ്റ്റൈൽ ആൻഡ് ഫെദറി സ്റ്റിഗ്മ. അത് ലൈക്ക് പോളൻ ഗ്രെയിൻസിനെ വിൻഡിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സേർട്ടഡ് ആന്തേഴ്സ് ആയിരിക്കും, ഇൻസേർട്ടഡ് അല്ല, എക്സേർട്ടഡ് ആന്തേഴ്സ് ആയിരിക്കും. റൈറ്റ്, ഇതൊക്കെയാണ് അഡാപ്റ്റേഷൻസ്. Suppose you are provided with the flowers of the plants sunflower, maize and vallisneria. Find out any two adaptations in each flower for successful pollination. നമ്മളിത് എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. ഇതിൽ എന്ത് മനസ്സിലാക്കണം? സൺഫ്ലവറിനെ പോളിനേറ്റ് ചെയ്യുന്നത് ഇൻസെക്റ്റ് ആണെന്ന് മനസ്സിലാക്കണം, അതിൻ്റെ അഡാപ്റ്റേഷൻസ് എഴുതണം. മെയ്സിനെ പോളിനേറ്റ് ചെയ്യുന്നത് വിൻഡ് ആണെന്ന് മനസ്സിലാക്കണം, വിൻഡ് പോളിനേഷൻ്റെ അഡാപ്റ്റേഷൻസ് എഴുതണം. വാലിസ്നേറിയ പോളിനേറ്റ് ചെയ്തത് വാട്ടർ കൊണ്ടാണെന്ന് അറിയണം, വാട്ടർ പോളിനേഷൻ്റെ അഡാപ്റ്റേഷൻസ് എഴുതണം. ഇൻസെക്ട് പോളിനേഷൻ അഡാപ്റ്റേഷൻസും വിൻഡ് പോളിനേഷൻ അഡാപ്റ്റേഷൻസും മോർ ദാൻ വൺസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. വാട്ടർ പോളിനേഷൻ്റെ 2 അഡാപ്റ്റേഷൻസ് പറയാം. pollen grains long and ribbon shaped ആയിരിക്കും. And the pollens are covered by a mucilage to prevent wetting ആയിരിക്കും. Long ribbon shaped pollen grains ഉണ്ടായിരിക്കും, അതിന് ചുറ്റും ഒരു mucilage ഉണ്ടായിരിക്കും to prevent wetting. Okay, yes. Observe the figure given below. Name the process. ഇത് embryogenesis ആണ്. Embryogenesisന്റെ stages ആണ്. സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഉണ്ടാവുന്നതാണ്. Write the stages involved in this process in correct sequential order. എന്തായാലും ഇനീഷ്യലി സൈഗോട്ട് ആണല്ലോ ഉണ്ടായിരുന്നത്. സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു പ്രോ എംബ്രിയോ ആകും. പ്രോ എംബ്രിയോ, ഓക്കെ, പ്രോ എംബ്രിയോ ഫോം ചെയ്യും. പ്രോ എംബ്രിയോ ഡെവലപ്പ് ചെയ്തിട്ടൊരു ഗ്ലോബുലാർ എംബ്രിയോ ആകും. ഗ്ലോബുലാർ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആവും. ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോയും കഴിഞ്ഞിട്ടാണ് മെച്യൂർ എംബ്രിയോ ആവുക. മെച്യൂർ ആകുന്നത് വരെ എംബ്രിയോജനസിന്റെ സ്റ്റേജസ് ഒക്കെ ഡൈക്കോഡ്സിലും മോണോകോഡ്സിലും സിമിലർ ആണ്. മെച്യൂർ എംബ്രിയോയ്ക്ക് ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് ഡൈക്കോഡ്സിന് 2 കോട്ടിലിഡൻസ് ഉണ്ട്, മോണോകോട്ടിൽ ഡെവലപ്പ് ചെയ്ത സിംഗിൾ കോട്ടിലിഡനേ ഉള്ളൂ, പേര് സ്ക്യൂട്ടലം എന്നാണ്. ഡൈക്കോട്ടിന് കോളിയോപ്റ്റൈലും കോളിയോറൈസയും ഇല്ല. മോണോകോട്ടിന് റാഡിക്കിളിനെ കവർ ചെയ്യാൻ കോളിയോറൈസ ഷീത്തും പ്ലിമ്യൂളിനെ കവർ ചെയ്യാൻ കോളിയോപ്റ്റൈൽ ഷീത്തും ഒക്കെ ഉണ്ട്. Observe the figure given below. Identify the cells A and B. ഒരു 1-celled pollen grain unequal cell division നടത്തിയിട്ട് 2-celled pollen grain ആയ സ്റ്റേജ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അതിലെ ലാർജ് സെൽ എ എന്നും സ്മോളർ സെല്ലിനെ ബി എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ലാർജ് സെല്ലായ എ അത് വെജിറ്റേറ്റീവ് സെല്ലാണ്. വെജിറ്റേറ്റീവ് സെൽ എന്നാണ് പേര്. സ്മോളർ സെല്ലായ ബി ജനറേറ്റീവ് സെൽ എന്നാണ് പേര്. ജനറേറ്റീവ് സെൽ കേട്ടോ. റൈറ്റ് എനി 2 പെക്യൂലിയാരിറ്റീസ് ഓഫ് എ. വെജിറ്റേറ്റീവ് സെല്ലിന്റെ 2 പെക്യൂലിയാരിറ്റി എഴുതാൻ പറയുന്നുണ്ട്. ഒന്ന് ലാർജ് സെല്ലാണ്, വെജിറ്റേറ്റീവ് സെൽ ലാർജ് സെല്ലാണ്, ലൈക്ക് വലുപ്പം കൊണ്ട് ലാർജ് സെല്ലാണ്. ഇറഗുലർ ന്യൂക്ലിയസ് ആണ്, അതിൻ്റെ ന്യൂക്ലിയസ് ഇറഗുലർ ആണ്, ഇറഗുലർ ന്യൂക്ലിയസ് ആണ്. റിച്ച് ഓഫ് റിസർവ് ഫുഡ് ആണ്, റിച്ച് ഓഫ് ഫുഡ് റിസർവ്സ് ആണ്, റിസർവ്ഡ് ഫുഡ് റിസർവ്സ് ധാരാളം ഉണ്ട്. അതേസമയം ജനറേറ്റീവ് സെല്ലിനെ അവിടെ ചോദിച്ചില്ല, പറയുകയാണെങ്കിൽ സ്മോളർ സെല്ലാണ്, സ്ഫെറിക്കൽ ന്യൂക്ലിയസ് ആണ്, സ്പിൻഡിൽ ഷേപ്ഡ് സെല്ലാണ്, ജസ്റ്റ് ഫ്ലോട്ട്സ് ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് വെജിറ്റേറ്റീവ് സെല്ലാണ്. കൂടാതെ ജനറേറ്റീവ് സെല്ലാണ് പിന്നീട് മെയിൽ ഗമീറ്റ്സിനെ ഫോം ചെയ്യുക. യെസ്, ഇത് പഠിച്ചു വെച്ചാൽ മതി. വിൻഡിൻ്റെയും വാട്ടറിൻ്റെയും ഇൻസെക്റ്റിൻ്റെയും അഡാപ്റ്റേഷൻസിൽ 2 വീതം കിട്ടും. ഓക്കെ, ഗിവൺ ബിലോ ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് പോളിനേറ്റഡ് ബൈ വിൻഡ്, വാട്ടർ ആൻഡ് ഇൻസെക്ട്. Arrange them in corresponding columns. Okay, pollen grains are light and non-sticky wind pollination adaptation ആണ്. Pollen grains are sticky insect pollination adaptation ആണ്. Pollen grains are large ribbon-like water pollination adaptation ആണ്. Pollen grains have mucilage covering, again water pollination adaptation ആണ്. Flowers are large, colorful and fragrant, insect pollination adaptation ആണ്. Single ovule in ovary, wind pollination adaptation ആണ്. All right, that much were the first chapter. First chapter prolonged ആണ്, അതിന് കൂടുതൽ മാർക്ക് വെയിറ്റേജ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അതിലെ കുറേ ക്വസ്റ്റ്യൻസ് കേട്ടത്. ഇനി നമുക്ക് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന ചാപ്റ്റർ ആണുള്ളത്. Let us see. In gel electrophoresis, the separated DNA fragments can be visualized after staining. Name the stain used for it.
അത് എഥീഡിയം ബ്രോമൈഡ് ആണ്. എഥീഡിയം ബ്രോമൈഡ് എന്നതാണ് സ്റ്റെയിൻ. എഥീഡിയം ബ്രോമൈഡ് കൊണ്ട് സ്റ്റെയിൻ ചെയ്താൽ മാത്രം പോരാ, യു വി റേഡിയേഷനിൽ വേണം, യു വി ഇലുമിനേഷനിൽ, യു വി റേഡിയേഷനിൽ വേണം അതിനെ നോക്കാൻ. അതിനെ നോക്കുമ്പോൾ കാണുന്ന നിറം ബ്രൈറ്റ് ഓറഞ്ച് ബാൻഡുകളായിട്ടാണ് ഡി എൻ എകളെ കാണുക. ബ്രൈറ്റ് ഓറഞ്ച് ബാൻഡ്സ്, ബ്രൈറ്റ് ഓറഞ്ച് ബാൻഡ്സ് ആയിട്ടാണ് ഡി എൻ എകളെ കാണുക. സ്റ്റെയിനിൻ്റെ പേര് എഥീഡിയം ബ്രോമൈഡ് എന്നാണ്. അത് യു വി റേഡിയേഷനിൽ വേണം നോക്കാൻ. അപ്പം ഡി എൻ എകളെ കാണുന്ന കളറ് ബ്രൈറ്റ് ഓറഞ്ച് ബാൻഡുകളായിട്ടാണ്. ഓക്കെ, ഡി എൻ എ ആർ സീൻ ആസ് ബ്രൈറ്റ് ഓറഞ്ച് ബാൻഡ്സ് ആയിരിക്കും. Alright. What is the function of restriction endonuclease in recombinant DNA technology? Restriction endonuclease link together alla, make millions of copies of DNA alla, cut DNA into many fragments ആണ്. Okay, link together DNA ligase ആണ്. Make millions of copies of DNA PCR ആണ്. Separate fragments of DNA gel electrophoresis ആണ്. Okay, so actually, so endonuclease ചെയ്യുന്നത് cut DNA into many fragments ആണ്. Question: choose the correct answer. DNA fragments with same kind of sticky ends can be joined by DNA ligase. Ligase enzyme ആണ്. Endonuclease DNA within the strand cut ചെയ്യുന്ന enzyme ആണ്. Exonuclease DNA ടിപ്പിൽ നിന്ന് ന്യൂക്ലിയോടൈഡിനെ റിമൂവ് ചെയ്യുന്നവരാണ്. Polymerase, especially DNA polymerase PCR യൂസ് ചെയ്യാറുള്ളതാണ്. Choose the correct answer. The first restriction endonuclease isolated is HIND2. HIND second എന്നൊക്കെ മെൻഷൻ ചെയ്യാം. അതാണ് ഫസ്റ്റ് REN enzyme. Which among the following is a selectable marker in PBR322? Selectable markers are the genes in the vector to identify and eliminate the non-transformants and selectively permitting the growth of transformants ആണ്. ഈ കൊളികളിൽ മോസ്റ്റ് യൂസ്ഫുൾ സെലക്റ്റബിൾ മാർക്കേഴ്സ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനുകളാണ്. ലൈക്ക് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ, ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീൻ ഒക്കെയാണ്. ഓക്കെ, ഐഡന്റിഫൈ ദ പാലിൻഡ്രോം സീക്വൻസ് ഫ്രം ദ ഫോളോവിങ്. 5' to 3' GAATTC. എ പറ്റില്ല. Alright. A itself, 5' GAATTC 3', 5' GAATTC 3'. So option 1 itself is the palindromic sequence. Other palindromic sequence in DNA are the sequence of base pairs that read the same on both the strands of DNA while the orientation of reading is kept the same എന്നതാണ്. ഓക്കെ, ഈ പറഞ്ഞ പാലിൻഡ്രോമിക് സീക്വൻസ് ഈക്കോ R1ന്റെ റെക്കഗ്നീഷൻ സീക്വൻസ് കൂടിയാണ്. Question: fill in the blanks. The restriction enzyme EcoR1 is isolated from the bacterium E. coli ആണ്. Escherichia coli RY13 എന്നതാണ് ബാക്ടീരിയം. Okay, Escherichia coli RY13. Choose the correctly matched pair from the following. Gel electrophoresis used to produce biological products in large quantity അല്ല, ലാർജ് ക്വാണ്ടിറ്റിയിൽ ബയോളജിക്കൽ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ബയോറിയാക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുക. ബയോറിയാക്ടേഴ്സ് സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് അല്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് വെച്ചിട്ടുള്ളത്, ഉൾട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. PCR ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ, യെസ്, ദിസ് ഈസ് a correct match. PCR, the polymerase chain reaction, is an in vitro method of gene amplification used for making millions of copies of DNA. Question: thermostable DNA polymerase enzyme, the Taq polymerase is obtained from other Thermus aquaticus ആണ്. Thermus aquaticus എന്നതൊരു ഹോട്ട് സ്പ്രിംഗ് ബാക്ടീരിയം ആണ്. Thermus aquaticus, ഓക്കെ, ഹോട്ട് സ്പ്രിംഗ് ബാക്ടീരിയം ആണത്. ഒരു ഹോട്ട് സ്പ്രിംഗ് ബാക്ടീരിയമാണ് തെർമസ് അക്വാട്ടിക്കസ്. അതിലെ തെർമസിന്റെ ഫസ്റ്റ് ലെറ്റർ ആയ ടിയും അക്വാട്ടിക്കസിന്റെ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ആയ എക്യും ചേർന്നതാണ് ടാക് പോളിമറൈസ്. ടാക് പോളിമറൈസ് ഒരു തെർമോസ്റ്റേബിൾ, ഹീറ്റ് സ്റ്റേബിൾ DNA പോളിമറൈസ് ആണ്. Choose the correct answer. Which of these enzymes removes nucleotides from the ends of DNA? DNAയുടെ എൻഡിൽ നിന്ന് ന്യൂക്ലിയോടൈഡിനെ റിമൂവ് ചെയ്യുന്നത് എക്സോന്യൂക്ലിയേസസ് ആണ്.
Within the DNA strand remove ചെയ്യുന്നതാണ് endonucleases. DNA ligase DNA നെ join ചെയ്യുന്നവരാണ് DNA polymerase like Taq polymerase. അത് PCR എന്നുള്ളതാണ്, DNA replication എന്നുള്ളതാണ്. Question. Genetic engineering include creation of recombinant DNA with the help of restriction enzymes. Explain recombinant DNA technology. It is the process of forming rDNA, the recombinant DNA, which is composed of DNA from different sources or genome. Okay, വേറെ ജീനോമുകളിൽ നിന്ന് വേറെ സോഴ്സുകളിൽ നിന്നുള്ള DNA എടുത്ത് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്ത കോമ്പിനേഷൻ ഓഫ് DNA പേരാണെന്ത്? rDNA. What are the restriction enzymes? Restriction enzymes ആരാ? ഒരു molecular scissors ആണ്. Molecular scissors used to cut the DNA into fragments. DNA നെ കട്ട് ചെയ്ത് ഫ്രാഗ്മെന്റ്സ് ആക്കുന്നവരാണ് ലൈക്ക് molecular scissors എന്ന restriction enzymes. Cutting of DNA at specific locations became possible with the discovery of so-called restriction enzymes or molecular scissors used to cut DNA at specific locations. Okay, name a restriction enzyme. First restriction enzyme hint 2 ആണ്. Most studied ആയത് ECO R1 ആണ്. ഇവരൊക്കെ restriction enzymes ന്റെ examples ആണ്. Question. Use of thermostable DNA polymerase from the bacterium Thermus aquaticus made it possible to generate billion copies of DNA in a very short time using a process. Name the process. Process ആണ് PCR. Name the 3 important steps involved in this process. First one, DNA denaturation. Second step, primer annealing. Annealing nu മാത്രം എഴുതിയാലും സ്കോർ കിട്ടും. And third one, extension of primers. These are the 3 steps in the PCR. Okay. Here comes the question. There are many features required to facilitate successful cloning into a vector. Write shortly any 2 such features required by a vector. Vector-നാകെ 3 features ആണ് required ആയത്. ഒന്ന് ഒറൈസൈറ്റ് ആണ്, ഒറൈസൈറ്റ്, origin of replication. 2 selectable markers ആണ്, selectable markers. മൂന്നാമത്തത് cloning sites ആണ്, cloning sites. Okay, mark അനുസരിച്ച് ഇതിനെ explain ചെയ്യാം. Oricide is the origin of replication, the starting point of DNA replication. It also controls the copy number of DNA within a cell. Selectable markers are the genes in the vectors used in identifying and eliminating the non-transformants and selectively permitting the growth of transformants. The most commonly used selectable markers in E. coli are the antibiotic resistant genes like tetracycline resistant gene, ampicillin resistant gene, etc. Okay, and by using antibiotic resistant genes as selectable markers, the selection of recombinants became a cumbersome procedure. Thereby, alternative selectable markers are also developed like color generating genes, example beta galactosidase gene that could produce blue color by reacting with a chromogenic substance. Cloning sites are the restriction sites or the recognition sites of enzymes used to link the foreign DNA. Okay, and it is better to have very few, preferably a single cloning site for the usually used restriction enzyme. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ 3 റിക്വയർമെന്റ്സ് ഇതാണ് ഒരു വെക്ടറിൻ്റെത്. മാർക്ക് അനുസരിച്ച് അതിനുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾ എഴുതണം. Figure presenting the reactions associated with the polymerase chain reaction or PCR. Name the steps A, B, C in the process. Name ചെയ്യാനേ പറഞ്ഞോളൂ, എക്സ്പ്ലനേഷൻ ഒന്നും ചോദിച്ചില്ല. ഒരു ഡബിൾ സ്ട്രാൻഡഡ് ആയ DNA-ന്റെ 2 സ്ട്രാൻഡുകളെ സെപ്പറേറ്റ് ചെയ്യുന്ന A എന്നത് DNA ഡീനാച്ചുറേഷൻ ആണ്. ഡീനാച്ചുറേഷൻ ഓഫ് DNA ഡീനാച്ചുറേഷൻ ആണ്. ഡീനേച്ചർ ചെയ്ത DNA-കളുടെ സ്ട്രാൻഡുകളുടെ 3' അറ്റത്തേക്ക് പ്രൈമർ അറ്റാച്ച് ചെയ്ത സ്റ്റെപ്പ് ആയിരുന്നു. അതുകൊണ്ട് ആ സ്റ്റെപ്പിന്റെ പേര് ലൈക്ക് പ്രൈമർ അന്നീലിംഗ് എന്നാണ്. പ്രൈമർ അന്നീലിംഗ്. ആൻഡ്
പുതിയ സ്ട്രാൻഡുകളെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് DNA കോപ്പികളെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എക്സ്റ്റൻഷൻ ഓഫ് പ്രൈമേഴ്സ് കൊണ്ടാണ്. എക്സ്റ്റൻഷൻ ഓഫ് പ്രൈമേഴ്സ്. എക്സ്റ്റൻഷൻ ഓഫ് പ്രൈമേഴ്സ്. ആക്ച്വലി ഡീനാച്ചുറേഷൻ നടന്ന സ്റ്റെപ്പ് അക്യുറേറ്റ്ലി ഇവിടെ തന്നെയാണ്. പ്രൈമറുകളെ ആഡ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ആക്ച്വലി പ്രൈമർ അനീലിംഗ്. ആൻഡ് പുതിയ സ്ട്രാൻഡ് ഉണ്ടാവുന്ന സ്റ്റെപ്പാണ് എക്സ്റ്റൻഷൻ ഓഫ് പ്രൈമേഴ്സ്. ഓക്കെ, എക്സ്റ്റൻഷൻ നടക്കുമ്പോഴാണ് ടാക് പോളിമറേസും ഡിയോക്സി ന്യൂക്ലിയോടൈഡ്സും ഒക്കെ ആവശ്യമുള്ളൂ. ക്വസ്റ്റ്യൻ: ഒബ്സർവ് ദ ക്ലോണിംഗ് വെക്ടർ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫോളോവിങ്. ഒറേ. ഒറേ എന്നത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്നാണ് ഫുൾ ഫോം. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. എക്സ്പ്ലെയിൻ കൂടി ചെയ്യണം. ഇറ്റ് ഇസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് റെപ്ലിക്കേഷൻ. റൈറ്റ്. Hello Shyam. It is the starting point of DNA replication which also controls the copy number of DNA within a cell. BAM H1 എന്നത് ഇവിടെയാണുള്ളത്. അതൊരു ക്ലോണിംഗ് സൈറ്റ് ആണ്. ഇതൊരു ക്ലോണിംഗ് സൈറ്റ് ആണ് BAM H1, located within the selectable marker tetracycline resistance gene. Okay. A multinational company successfully cloned a gene of interest and also optimized the conditions to induce the expression of target protein. Name the apparatus for large-scale production of such proteins. Name ചെയ്യane പറഞ്ഞുള്ളൂ. അത് bioreactors ആണ്. Bioreactor apparatus for the large-scale production. Okay, and briefly explain the apparatus. The most commonly used bioreactors are of stirring type. Most commonly use ചെയ്യുന്നതൊക്കെ stirring type ആണ്. ഓക്കെ, അതിന് ഡെഫിനിഷൻ കൊടുത്താൽ എന്താണ് പറയുക? എക്സാമ്പിൾസ് ആരൊക്കെയാ? സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടേഴ്സ് ആൻഡ് സ്പാർജ്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടേഴ്സ്. Bioreactors are thought of as vessels where the raw materials are biologically converted into specific products, individual enzymes, etc. using microbial, plant, animal or human cells. ഒരു സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറിൻ്റെ ഫെസിലിറ്റീസ് ചോദിച്ചാൽ അതൊരു സിലിണ്ട്രിക്കൽ ടാങ്ക് ആയിരിക്കും വിത്ത് കർവ്ഡ് ബേസ് ഫോർ ഈവൻ മിക്സിംഗ്. റൈറ്റ്. അതിന് ഒരു അജിറ്റേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും, സ്റ്റെറിലൈസിങ് സിസ്റ്റം ഉണ്ടായിരിക്കും, ഓക്സിജൻ ഡെലിവറിങ് സിസ്റ്റം ഉണ്ടായിരിക്കും, ഫോം കൺട്രോൾ സിസ്റ്റം ഉണ്ടായിരിക്കും, ടെമ്പറേച്ചർ കൺട്രോളിങ് സിസ്റ്റം ഉണ്ടായിരിക്കും. ഇത് മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റുകൾ ആഡ് ചെയ്യാവുന്നതാണ്. 2 മാർക്കിനൊക്കെ ആണെങ്കിൽ ഒരു 4 പോയിന്റ് എഴുതിയാൽ മതി. 3 മാർക്കിനാണെങ്കിൽ ഒരു 6 പോയിന്റുകൾ എഴുതാം. ഓക്കെ, മാച്ച് ദ ഫോളോവിങ്. ജെൽ ഇലക്ട്രോഫോറസിസ്. ജെൽ ഇലക്ട്രോഫോറസിസുമായി മാച്ച് ചെയ്യാൻ ഇവിടെ ഉള്ളത്, അവിടെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെയിൻ ആണ് പേര് എഥീരിയം ബ്രോമൈഡ് എന്നാണ്. ആഫ്റ്റർ DNA സെപ്പറേഷൻ ഇൻ ദ ജെൽ ഇലക്ട്രോഫോറസിസ് ബേസ്ഡ് ഓൺ ദർ സൈസ് വിഷ്വലൈസ് ചെയ്യാൻ എഥീരിയം ബ്രോമൈഡ് സ്റ്റെയിനും കൊടുക്കണം, UV റേഡിയേഷനിൽ വിഷ്വലൈസ് ചെയ്യണം. DNAകളെ ബ്രൈറ്റ് ഓറഞ്ച് ബാൻഡുകളായിട്ടാണ് കാണുക. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, ലൈക്ക് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, അതൊരു മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക് ടൂൾ കൂടിയാണ്. ഡിസീസിനെ ഏർലി സ്റ്റേജസിൽ ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കും. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്, ഇവിടെ ഒരു എക്സാമ്പിൾ ആണുള്ളത് EcoR1, മോസ്റ്റ് സ്റ്റഡീഡ് ആയ എഷ്റിക്കിയ കോലി RY13 നിന്ന് ഒബ്റ്റെയിൻ ചെയ്തത്. PBR322 ഒരു ക്ലോണിംഗ് വെക്ടറാണ്, ഒരു ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടറാണ്, ഡെവലപ്ഡ് ഫ്രം E. coli. Question: Identify the figure given below and explain the principle behind it. ഈ പ്രോസസ്സിൻ്റെ ഫിഗറിൽ തന്ന പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചാൽ ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. A method, a mechanism used to separate and isolate the DNA fragments formed by the restriction enzyme. Restriction enzyme കൊണ്ട് കട്ട് ചെയ്യുമ്പം DNA മിക്സ്ചർ ഓഫ് ഫ്രാഗ്മെന്റ്സ് ആയി മാറും. അവരെ സെപ്പറേറ്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്യാനുള്ള മെക്കാനിസമാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഹിയർ വി ആർ ഫോഴ്സിങ് ദ DNA വെൽസിലാണ് ലോഡ് ചെയ്യുക, DNA വെല്ലുകളിലാണ് ലോഡ് ചെയ്യുക. വെല്ലിൻ്റെ ഭാഗം ഒരു നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡ് ആക്കിയിട്ട് വേണം മെയിൻറ്റെയിൻ ചെയ്യുക. ഈ പോർഷനാണ്, ഈ മാർജിൻ പോർഷനാണ് നെഗറ്റീവ് ഇലക്ട്രോഡായ ആനോഡ് ആക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. DNAകൾക്ക് നാച്ചുറലി തന്നെ നെഗറ്റീവ് ചാർജ് ആണ്, അഥവാ ആനയോൺ പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡ് ആക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. DNA നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, ആനയോൺസ് ആണെന്നത് മറക്കരുത്. സോ ജെൽ ഇലക്ട്രോഫോറസിസിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും പറയാം? This is a mechanism used in separating and isolating DNA fragments. DNA fragments are formed by the restriction enzyme action.
Here we are forcing DNA fragments to move towards a positive electrode or anode under an electric field through a medium or matrix. ഇവിടെ യൂസ് ചെയ്യുന്ന മീഡിയം ഓർ മാട്രിക്സ് ആണ് ഈ ഗ്രേ കളറിൽ ഇവിടെ ഉള്ളത്. അത് അഗറോസ് ജെൽ ആണ്. Agarose gel provides a sieving effect, but the smaller the DNA fragments move, the farther. Thereby, the smallest DNA fragments reach close to the anode. Okay, but the heaviest DNA that is loaded, the heaviest DNA was loaded in the first well, that is lying close to the cathode. നമ്മളോട് ഇതിന്റെ പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചത്. അപ്പൊ എന്താ പറയാ പ്രിൻസിപ്പിൾ ആയിട്ട്? സെപ്പറേഷൻ ഓഫ് DNA fragments. റിസോൾവ് എന്നൊരു വാക്കുണ്ട് സെപ്പറേഷനിന് അല്ലെ? സെപ്പറേഷൻ ഓർ റിസോൾവിങ് the DNA fragments according to their size. We can resolve or separate the DNA fragments according to their size by forcing them to move towards an anode under an electric field through a medium or matrix. The most commonly used medium or matrix is agarose gel. After separation, DNA bands are visualized only after staining with ethidium bromide. Ethidium bromide എന്ന stain use ചെയ്യണം. Ethidium bromide and viewed under the UV radiation where DNA are seen as bright orange bands. Given below is a DNA sequence 5' GAATTC 3', guanine, adenine, adenine, thymine, thymine, cytosine towards 3'. What is this type of DNA sequence called? ഇവരെ വിളിക്കുന്ന പേരാണ് palindromic. Palindromic sequence. Name the enzyme which can cut DNA strands by recognizing this particular site. ഇത് EcoR1-ൻ്റെതാണ്. EcoR1 ആണ് ഇവിടെ കട്ട് ചെയ്യുക. അത് കട്ട് ചെയ്യുന്നത് between the guanine and adenine of 5' GAATTC 3'ലാണ്. Okay. Write notes on micro-injection and biolistics. മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. മൈക്രോ ഇൻജെക്ഷൻ അത് അനിമൽ സെൽസിലേക്ക് DNA ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ. ആൻഡ് ബയോളിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ അത് പ്ലാന്റ് സെല്ലുകളിലേക്ക് DNA ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെക്കാനിസം ആണ്. മോഡൽ എക്സാം ക്വസ്റ്റ്യൻ്റെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് ഞാൻ ഇവിടെ വെർബലി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഡ്യൂറിങ് മൈക്രോ ഇൻജെക്ഷൻ, the rDNA is directly injected into the nucleus of animal cells using a syringe. In biolistics or gene gun method meant for plant cells, the rDNA is coated over the microparticles of gold or tungsten and bombarded into the plant cell using a high velocity. Yes. Observe the picture given below. Identify the instrument in this figure. ഇതൊരു simple stirred tank bioreactor ആണ്. Simple stirred tank bioreactor. Right? Any one use of this instrument? It is used in large scale production of proteins by maintaining the growth of cells in them in their physiologically most active log or exponential phase for the large scale production. And it provides all the optimal growth conditions for the cells like optimum temperature, pH, nutrients, etc. And here culturing system ഒരു continuous culture system ആണ്. Continuous culture system എന്ന് പറഞ്ഞാൽ എന്താ? യൂസ്ഡ് കൾച്ചർ മീഡിയമിനെ ഒരു സൈഡിൽ കൂടി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുക, ഫ്രഷ് കൾച്ചർ മീഡിയമിനെ വേറൊരു സൈഡിൽ കൂടി ആഡ് ചെയ്യാൻ പറ്റുക. അപ്പോഴാണ് അവിടെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വരൂലല്ലോ. ന്യൂട്രിയൻസ് എപ്പോഴും ഓപ്റ്റിമലായി നിൽക്കുമല്ലോ. അതുകൊണ്ടാണ് ഗ്രോത്ത് ലാഗ് ഫേസിലല്ല, സ്റ്റേഷനറി ഫേസിലല്ല, രണ്ടിനും ഇടയിലുള്ള ലോഗ് ഓർ എക്സ്പൊണൻഷ്യൽ ഫേസിൽ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. Explain how bacterial cells are made competent to take up DNA. അതിന് ആദ്യം ചെയ്യേണ്ടത് treat bacterial cells in a particular concentration
of divalent cation like a calcium 2 plus. Right. Thereafter, the calcium treated bacteria and the rDNA are taken in a test tube and kept at first in ice, then in 42 degrees Celsius, called heat shock, and again put them back on ice. Right? Calcium treatment is for facilitating the pores in the cell walls, and heat shock is to suppress the immune response of the bacterium. By the meantime, the rDNA, the foreign DNA, may get into the bacterial cell and get incorporated with the bacterial genome. Question. Gel electrophoresis is a technique to separate fragments of DNA from a mixture. Some of the events of the electrophoresis are given below. Arrange the events in order. Cut out DNA bands. അതിൻ്റെ പേര് എല്യൂഷൻ എന്നൊക്കെയാണ്. അത് ലാസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. എക്സ്പോസ് ടു UV ലൈറ്റ്. ഫോഴ്സ് DNA to move through gel. സ്റ്റെയിൻ. അപ്പോൾ ഫോഴ്സ് DNA to move through gel എന്നതാണ് ആദ്യം ചെയ്യാനുള്ളത്. Thereafter, stain DNA with ethidium bromide ചെയ്യണം. Then expose to UV light ചെയ്യണം. Thereafter, cut out DNA bands from the gel. The process is called elution. ഇങ്ങനെയായിരിക്കും correct order വരിക. Question. PCR stands for polymerase chain reaction. What is the function of PCR in rDNA technology? rDNA technology PCR use for amplification of DNA ആണ്. For amplification of gene of interest, GOI, desired gene. Name the 3 steps in PCR. Severally നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. DNA denaturation, primer annealing, extension of primers. Name the DNA polymerase enzyme used in PCR. Taq polymerase. തീർന്നില്ല. And bacterium from which it is isolated. Thermus aquaticus. Okay, moving on to the next chapter, biotechnology and its applications. The regeneration of whole plants from any part of the plant grown under sterile conditions is called tissue culture. Yes. The general term for the part of the plant taken out for tissue culture is explant. മറക്കരുത്. The capacity to generate a whole plant from any plant cell is called totipotency. നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ടോട്ടിപൊട്ടൻസിയും എക്സ്പ്ലാന്റും. BT cotton is generated as an important achievement, regarded as an important achievement of genetic engineering. What does BT stands for? Bacillus thuringiensis. B for Bacillus, genus name ആണ്, and T for thuringiensis. ഇതൊരു soil bacterium ആണ്. Bacillus thuringiensis. Question. In 1997, an American company got patent rights on basmati rice through US Patent and Trademark Office. അതൊരു എക്സാമ്പിൾ ഫോർ ബയോപൈറസി ആണല്ലേ. ബയോപൈറസിക്ക് എക്സാമ്പിൾ ആണ് ഇവർ ചെയ്ത ഈ പ്രോസസ്. റൈറ്റ്. ക്വസ്റ്റ്യൻ എന്താണ്? Variety of basmati had actually been derived from Indian farmers' varieties. If so, what is biopiracy? Biopiracy is a term used to refer. Biopiracy is a term used to refer to the use of bioresources by multinational companies and other organizations. Multinational companies and other organizations. എങ്ങനെ? Without proper authorization. From the countries and people concerned, or without compensatory payments.
അഥവാ ആക്ച്വലി ആ ബയോ റിസോഴ്സ് ആരുടേതാണോ, ആര് ബിലോങ് ചെയ്യുന്നതാണോ, ആര് ഹോൾഡ് ചെയ്യുന്നതാണോ, അവരുടെ സമ്മതമൊന്നുമില്ലാണ്ട്, അവർക്ക് കോമ്പൻസേഷൻ ഒന്നും കൊടുക്കാണ്ട് അവരുടെ ബയോ റിസോഴ്സസിനെ മറ്റ് മൾട്ടിനാഷണൽ കമ്പനീസോ ഓർഗനൈസേഷൻസോ എടുത്ത് ഉപയോഗിക്കുന്നതിൻ്റെ പേരാണ് ബയോപൈറസി. Biopiracy is a term used to refer to the use of bioresources by multinational companies and other organizations without proper authorization from the countries and people concerned or without compensatory payments. Antigen antibody reaction is the basis of the technique called അതാണ് ആരുടെ procedure, അതാണ് ELISA ടെസ്റ്റിന്റെ പ്രിൻസിപ്പിൾ. ELISA is a diagnostic technique based on the principle of antigen antibody interaction. Okay. Question. Name the first transgenic cow. അത് റോസിയാണ്. Rosie was the first transgenic cow with human protein enriched milk, the human alpha lactalbumin 2.4 grams per liter. Infestation of Meloidigain incognitia in the roots of tobacco plants can be prevented through a novel strategy. Name the strategy എന്ന് പറഞ്ഞുള്ളൂ. അത് RNAi എന്നതാണ്. RNA interference എന്നതാണ് full form. Preventing the protein synthesis of or translation of a specific mRNA of pathogen by binding it with a complementary double-stranded RNA produced by the host. Fill in the blank. Alpha-1 antitrypsin is used to treat the disease emphysema. Emphysema treat ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ജനിക് ഓർഗാനിസമിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത ഒരു ബയോളജിക്കലി യൂസ്ഫുൾ പ്രോഡക്റ്റ് ആണ് ലൈക്ക് alpha-1 antitrypsin used to treat emphysema. Animals that have their DNA altered and express a foreign gene are known as അവരെ ട്രാൻസ്ജനിക് അനിമൽസ് എന്നാണ് വിളിക്കുക. ട്രാൻസ്ജനിക് animals. Transgenic animals are a category of genetically modified animals that have had their DNA manipulated to possess and express an extra foreign gene in all its cells, like Rosie, the first transgenic cow, Rosie. Expand ELISA. Enzyme, E for enzyme, L for linked, I for immuno, S for sorbent, A for assay. Enzyme linked immunosorbent assay is ELISA, which follows a principle, the antigen antibody interaction. Name the cry gene that control corn borer insects. Cry1AB. Cry1AB ആണ് corn borers-നെ റെസിസ്റ്റ് ചെയ്യുക. അതേസമയം Cry2AB-യും Cry1AC-യും അത് കോട്ടൺ ബോൾവേംസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള cry genes ആണ്. In human beings, certain diseases are caused due to genetic disorders, obviously, or a genetic diseases. And name the method that allows the correction of a gene defect that has been diagnosed in child or embryo. Gene therapy. Gene therapy. How this method had been used for treating ADA or adenosine deaminase deficiency. ADA deficiency-നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത മെക്കാനിസം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനും എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പിയും ചെയ്തില്ല. കാരണം അത് രണ്ടും കംപ്ലീറ്റ്ലി ക്യൂറേറ്റീവ് അല്ല. ആൻഡ് ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവാർഡ്സ് ദ ക്ലിനിക്കൽ ജീൻ തെറാപ്പി 1990 4-year-old ഗേളിൽ ചെയ്തത് എന്തായിരുന്നു എന്ന് മാത്രം നമുക്ക് പറയാം അല്ലെ. സ്റ്റെപ്പ് വൈസ് മാത്രം പറയാം. Right? എന്താ ചെയ്തത്? Lymphocytes were isolated from the patient. Lymphocytes, WBC, were isolated from patient, from the blood of patient, and grown in a culture medium outside the body. അതാണ് ആദ്യം ചെയ്തത്. Thereafter എന്താ ചെയ്തത്? ലൈക്ക് ഒരു ഫങ്ഷണൽ cDNA for ADA was introduced into these cells, right, using retroviruses. Functional cDNA for ADA അഥവാ functional ADA genes were introduced
into the lymphocytes using animal vector like retroviruses, retroviral vectors. And then return the modified lymphocytes were returned to the patient in regular intervals. That's it. ഈ മൂന്ന് സ്റ്റെപ്സ് എഴുതിയാൽ മതിയാവും. As a first step towards a clinical gene therapy meant for ADA deficiency, the lymphocytes or WBC were isolated from the blood of patient and were grown in a culture outside the body in a laboratory. The functional ADA genes, the cDNA for ADA, were then introduced into these lymphocytes using animal vectors or retroviruses. Such modified lymphocytes were returned to the patient in regular intervals. Regular infusions are needed because lymphocytes are not immortal. That means they are mortal. Infestation by nematodes cause a threat to cultivation and yield loss of tobacco plants. A strategy has been developed at RNA level to control this infestation. Name the process RNAi, RNA interference. Explain how this process works at the molecular level. Already പറഞ്ഞിരുന്നു. It prevents the translation or protein synthesis of a specific mRNA of pathogen by binding it with a complementary double-stranded RNA produced by the host. Question. Nita found that her grandma used it to inject human insulin that is genetically engineered. She wants to know how such insulin can be produced. Give her an idea about structure of insulin and production of genetically engineered insulin. അപ്പോൾ ഇൻസുലിൻ്റെ സ്ട്രക്ചർ മാത്രം പറയുകയാണെങ്കിൽ മെച്വർ ഇൻസുലിൻ എന്ന് പറയുമ്പം മെച്വർ ഇൻസുലിൻ്റെ സ്ട്രക്ചർ മാത്രം ഇവിടെ നമുക്ക് പറയാം. ഒരു മെച്വർ ഇൻസുലിനിൽ 2 ഷോർട്ട് പോളിപെപ്റ്റൈഡ് ചെയിനുകളാണുള്ളത്. ഒരു എ പെപ്റ്റൈഡ് എന്ന് പറയാനൊരു ഭാഗവും പിന്നെ ഒരു ബി പെപ്റ്റൈഡ് എന്ന് പറയാനുള്ള ഒരു ഭാഗവും മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു മെച്വർ ഇൻസുലിനിൽ 2 പോളിപെപ്റ്റൈഡ് ചെയിനുകളേ ഉള്ളൂ. 2 ഷോർട്ട് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണ്. ഒരു എ പെപ്റ്റൈഡും ഒരു ബി പെപ്റ്റൈഡും. എന്നിട്ട് അവർ തമ്മിൽ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് ഉണ്ട്. ആകെ 3 ഡൈസൾഫൈഡ് ലിങ്കേജസ് ആണ് കാണാറ്. ഡൈസൾഫൈഡ് സൾഫർ ലിങ്കേജസ് ആകെ 3 കാണാറുണ്ട്. ഒരെണ്ണം എ പെപ്റ്റൈഡിനകത്ത് തന്നെയും പിന്നെ 2 എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും തമ്മിലും ആകെ 3 ഡൈസൾഫൈഡ് ബ്രിഡ്ജസും കാണാറുണ്ട്. ഇതാണ് ഒരു മെച്വർ ഇൻസുലിൻ്റെ സ്ട്രക്ചർ. എങ്ങനെയാണ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതൊരു അമേരിക്കൻ കമ്പനിയായ എലായ് ലില്ലി കമ്പനിയാണ് ചെയ്തത്. അത് ചെയ്തതാവട്ടെ 1983 അവരെന്താണ് ചെയ്തത്? The DNA sequence, the genes corresponding to the DNA sequence corresponding to the A and B peptides were artificially developed and introduced into the plasmids of different E. coli, and they were grown in laboratory in bioreactors. Thereby A and B peptides were produced separately and they were linked together by using artificial disulfide linkages. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എലായ് ലില്ലി കമ്പനി ചെയ്തത്. റൈറ്റ്. അത് സ്റ്റെപ്പ് വൈസ് പറയുകയാണെങ്കിൽ എന്തൊക്കെയാ പറയാ? Prepared 2 DNA sequences corresponding to A and B peptides of human insulin. Thereafter അവരെന്താ ചെയ്തത്? സീക്വൻസിനെ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അവർ ഇൻട്രൊഡ്യൂസ്ഡ് ദം ടു പ്ലാസ്മിഡ്സ് ഓഫ് E. coli. Such E. coli were grown in bioreactors. ബാക്കി ഞാൻ വെർബലി പറയാണ്. A and B peptides were synthesized in large scale separately and A and B peptides were linked together using artificial disulfide linkages. Expand all these. PCR, polymerase chain reaction. Polymerase
chain reaction. ELISA, enzyme linked immunosorbent assay. ഏതെങ്കിലും ഒന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. GEAC, Genetic Engineering Approval Committee. Genetic Engineering Approval Committee. And GMO, genetically modified organism. Genetically modified organism. Okay, and the next question is coming. One of the speaker in the National Children's Science Congress delivered a talk about transgenic animals. Explore any two benefits of transgenic animals. നമ്മൾ ഓൾറെഡി മോഡൽ എക്സാം ക്വസ്റ്റ്യൻ്റെ കൂടെ മെൻഷൻ ചെയ്തതായിരുന്നു. ഒന്ന് അറ്റ് എ ഗ്ലാൻസ് വെർബലി പറയാം. ടു സ്റ്റഡി ദ നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ്, ടു സ്റ്റഡി ഡിസീസസ്, ടു ഒബ്റ്റെയിൻ യൂസ്ഫുൾ ബയോളജിക്കൽ പ്രോഡക്ട്സ്, to study the vaccine safety, chemical safety, etc. Okay, match the following. Antigen antibody interaction based analysis on ELISA. Alpha lactalbumin was obtained from Rosie. Alpha-1 antitrypsin is used to treat emphysema, and gene therapy is meant at first for ADA deficiency. The first clinical gene therapy was given to a 4-year-old girl. What was her genetic disorder? ADA deficiency. And briefly describe the clinical procedure adopted in this case. Already പറഞ്ഞതാണ്, അതുകൊണ്ട് വെർബലി പറഞ്ഞ നിർത്തുവാണ്. Like lymphocytes were isolated from the blood of patient and grown in a culture outside the body in a laboratory. Okay, functional ADA genes, the cDNA for ADA, were then introduced into the lymphocytes using retroviral vectors. The modified lymphocytes were returned to the patient periodically. Periodic infusions are required as the lymphocytes are not immortal. Observe the figure, identify 1 and 2. 1 എന്നിവിടെ മെൻഷൻ ചെയ്തത് ഇമ്മച്വർ ആയ പ്രോ ഇൻസുലിനെയാണ്. ഇമ്മച്വർ ഇൻസുലിൻ, പ്രോ ഇൻസുലിൻ ആണ് 1. 2 എന്നിവിടെ മെൻഷൻ ചെയ്തത് മെച്വർ ഇൻസുലിൻ ആണ്. ഇൻസുലിൻ എന്ന് മാത്രം എഴുതിയാൽ മതി, മെച്വർ ഇൻസുലിൻ ആണ്. ഡിസ്റ്റിംഗ്വിഷ് 1 and 2. 1ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 1ല് ഇമ്മച്വർ ഇൻസുലിനിൽ there is an extra stretch of C peptide in between the A and B. But during a maturation, C peptide is removed എന്ന് മെൻഷൻ ചെയ്താൽ മതി. Question. Genetically modified plants have been used in many ways. Give any 4 advantages of such plants. NCERT already 5 advantages തന്നിട്ടുണ്ട്. Made crops more tolerant to the abiotic stresses like heat, drought, salt, cold, etc. They have reduced reliance on chemical pesticides as themselves are pest-resistant plants. Reduced post-harvest losses or the long shelf life. They have increased efficiency of mineral usage by plants and enhanced nutritional value of food. Example, golden rice with vitamin A. In 1983, American company Eli Lilly produced human insulin artificially. Write down the methods followed in this technique. Already പറഞ്ഞതാണ്. Eli Lilly company in 1983 prepared 2 DNA sequences meant for A and B peptides of human insulin. They were introduced into the plasmids of E. coli. Thereby, A and B peptides were produced separately in large scale. Thereafter, the peptides were linked together in laboratory using artificial disulfide linkages. PCR and ELISA are 2 molecular diagnostic techniques. How is PCR useful in molecular diagnosis? PCR is a polymerase chain reaction, which is used to recognize, identify the disease, right, to diagnose the disease at the early stages, even when the pathogen is very trace in the patient's body. By amplifying their genome, like DNA, it can be diagnosed at the early stages. What is the principle of ELISA? An antigen-antibody interaction. Tissue culture is an achievement in plant breeding. What is a soma clone? Soma clone is a hybrid formed by the fusion of
somatic protoplasm. Describe the production of somatic hybrid. Yeah, the best example is potato plus tomato that gives tomato. For that, individual cells were isolated from both the plants. Removal of their cell walls using enzymes like cellulase and pectinase to obtain their naked protoplasm. Naked protoplasms were isolated. They were joined together artificially. Thereby, we will get a somatic hybrid. The somatic hybrid protoplasm is obtained. Okay, the hybrid is used as explant. The hybrid protoplasm is used as explant. Let me explain once again. These are the individual cells of both the plants. These were the protoplasm of both the plants. Protoplasm. And after fusion of protoplasm, we will get a hybrid protoplasm. Protoplasm hybrid. Hybrid protoplasm. The hybrid protoplasm is used as explant to get the somatic hybrid plants. Okay. Example, the potato plus tomato gives tomato. അപ്പോൾ പിക്ചോറിയലായിട്ട് റെപ്രസെന്റ് ചെയ്താലും മതിയാവും. ഓക്കെ. സോ describe the production of somatic hybrids in step wise പറയുകയാണെങ്കിൽ എന്താ പറയുക? Isolate individual cells from different plants. Remove their cell walls using cellulase and pectinase enzymes to get the somatic protoplasm, naked protoplasm. Fuse the naked protoplasm to get the protoplasm hybrid. Use the protoplasm hybrid as explant to get the somatic hybrid plants. Moving on to the next chapter, organisms and population. The size of a population is not static. Which of the following leads to decrease in population? Population decrease in രണ്ട് ആൾക്കാരാണ് mortality and emigration. The death rate and exit of organisms from that area. Some type of orchids live on the branches of mango trees. The relationship between mango tree and orchids is an example of commensalism plus zero interaction. The orchid is getting benefited, but the mango tree will not affect at all. All right. Question. The density of a population, the density of population in a given habitat increase or decrease due to different reasons. Name the two factors responsible for increase in population density. Density can be increased by natality or immigration. Just a short span. I'll be back.
Hello, welcome back and please excuse. Suckerfish and shark. Shark ഒരു വലിയ ഫിഷ് അല്ലേ, അതിൻ്റെ ജോ ലൈനിൽ പോയിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആളാണ് സക്കർഫിഷ്, ഒരു സ്മോളർ വൺ. ഓക്കെ, live in close association in a classic example of commensalism. What is commensalism? Commensalism is a plus zero interaction of them. One member is benefited but the other member is neither benefited nor harmed. ഈ കേസിൽ നമ്മുടെ ഷാർക്കിന് സീറോ ഇൻ്ററാക്ഷൻ ആണ്, ന്യൂട്രൽ ആണ്, നെയ്തർ ബെനഫിറ്റഡ് നോർ ഹാംഡ് ആണ്. പക്ഷേ സക്കർഫിഷിന് ബെനഫിറ്റ് ഉണ്ട്, ഫ്രീ ട്രാൻസ്പോർട്ടേഷനും ഷാർക്ക് കഴിക്കുന്ന ഫുഡിൻ്റെ ഡെബ്രീസ് അതിന് സക്കർഫിഷിന് ഫീഡ് ചെയ്യാനും കിട്ടും. ക്വസ്റ്റ്യൻ: Plants have evolved astonishing varieties of morphological and chemical defenses against herbivores. Which is the most common morphological means of defense in plants? Are the thorns and spines. Thorns and spines shown by the xeric plants like opentia, cactus, etc., where the leaf is modified into spines, not only for reducing the water loss but also to prevent herbivory. Fill up the blanks suitably. Mortality is the number of deaths in population during a given period. The number of births in the population during a given period is called the natality. Natality. Natality is represented by capital letter B, mortality by D. Question: Select the non-parasitic organism from the list given below. Lice is a parasite, Cuscuta is a stem parasite, ticks on dogs and pets are parasites, epiphytic orchids are meant for commensalism, plus zero interaction. Lice plus minus parasitism, plus minus parasitism, plus minus parasitism. But epiphytic orchids like vanda on mango trees is an example of a commensalism, where one organism is benefited but the other is neither benefited nor harmed. Question: Observe the relationship between the first one and fill up. Mycorrhiza mutualism plus plus interaction ആണ്, both are benefited ആണ്. Lice on humans parasitism ആണ്, ഒരു ectoparasite ആണ്, parasitism അതൊരു പ്ലസ് മൈനസ് ഇൻ്ററാക്ഷൻ ആണ്. Name the association between fungi and roots of higher plants. അസോസിയേഷൻ്റെ പേര് മൈക്കോറൈസ എന്നാണ്. മൈക്കോറൈസ is an example for mutualism. ഇതൊരു മ്യൂച്വലിസം ആണ്, അതൊരു പ്ലസ് പ്ലസ് ഇൻ്ററാക്ഷൻ ആണ്. The parasitic bird lays its eggs in the nest of the host and the host bird incubates it, like the cuckoo lays eggs in the nest of crow. Name the type of parasitism. Brood parasitism. Brood parasitism. Okay. Question: Fill in the blanks. Interaction between sea anemone and clownfish is an example for commensalism. ഇതും commensalism ആണ്, ഇതും പ്ലസ് സീറോ ഇൻ്ററാക്ഷൻ ആണ്, where sea anemone and clownfish, where the clownfish is getting benefited but sea anemone is not benefited nor harmed. In the tentacles of sea anemone, the clownfish is getting protected. Read the statements below and identify the mode of interaction between the species. Tiger eating deer, അത് predation ആണ്. Predation എന്നത് ഒരു പ്ലസ് മൈനസ് ഇൻ്ററാക്ഷൻ ആണ്. ബട്ടർഫ്ലൈ ഫീഡിങ് പോളൻ, അത് ഒരു predation ആണ്, അതും പ്ലസ് മൈനസ് ഇൻ്ററാക്ഷൻ ആണ്. ഹ്യൂമൻ ലിവർ ഫ്ലൂക്ക് ഫീഡ്സ് ഓൺ സ്നെയിൽ, പാരസൈറ്റിസം ആണ്. Parasitism plus minus interaction. Like lice on humans, parasitism ആണ്, ectoparasites ആണ്, parasitism plus minus interaction. Orchid attached to a tree, commensalism ആണ്, plus zero interaction. Mycorrhizal association of fungi and roots of higher plants, mutualism ആണ്, plus plus interaction. Sparrow eating seed, predation plus minus interaction. Egret of foraging close to cattle, commensalism ആണ്.
commensalism plus zero interaction ആണ്, where the cattle is neither benefited nor harmed, but egret is getting insects. By the movement of cattle, the grasses flush out the insects, thereby the egret can easily visualize the insects and feed on them. Alright, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒബ്സർവ് ദ ഡയഗ്രാം. ഡിഫൈൻ ദ ഫോളോവിങ് ടേംസ്. നേറ്റാലിറ്റി, നേറ്റാലിറ്റി എന്നത് പെർ ക്യാപിറ്റ ബർത്ത് ആണ്. പെർ ക്യാപിറ്റ ബർത്ത്, പെർ ക്യാപിറ്റ ബർത്ത് എന്ന് പറയുമ്പോൾ ബർത്ത് റേറ്റ് ആണ്. ബി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആഡഡ്, ദ ഇൻഡിവിജ്വൽസ് ബോൺ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ നമ്പർ. The number of individuals added divided by the initial number of population. Mortality per capita death ആണ്. Per capita death, the number of individuals died from an area over a period of time. Emigration is a permanent exit of organisms from an area under the consideration time ആണ്. Immigration permanent incoming ആണ്. Immigration E എന്ന ലെറ്ററും ഇമിഗ്രേഷന് ഐ എന്ന ലെറ്ററുമാണ് സൂചിപ്പിക്കുക. ഇതിൽ രണ്ട് പേര് ഡെൻസിറ്റീനെ ഡിക്രീസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഡെൻസിറ്റീനെ ഡിക്രീസ് ചെയ്യുന്ന രണ്ട് ആൾക്കാരാണ് മോർട്ടാലിറ്റിയും ഒപ്പം എമിഗ്രേഷൻ. അതേസമയം ഡെൻസിറ്റീനെ ഇൻക്രീസ് ചെയ്യുന്ന രണ്ട് പേരാണ് നേറ്റാലിറ്റിയും ഇമിഗ്രേഷൻ. With regard to population growth rate, when resources are limiting, the plot is logistic. അതെ, നമുക്ക് ഗ്രാഫ് വരച്ചാൽ ഒരു എസ് ഷേപ്ഡ് ഗ്രോത്ത് കർവ് ആണ് കിട്ടുക. ആ എസ് ഷേപ്ഡ് ഗ്രോത്ത് കർവിനെ എസ് ആക്കി ബെൻഡ് ചെയ്യുന്ന ഭാഗം അവിടെ റിസോഴ്സുകൾ ലിമിറ്റ് ആവുകയാണ്. അതാണ് ക്യാരിയിങ് കപ്പാസിറ്റി. ഇത് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കർവ് ആണ്, ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ആണ്, സിഗ്മോയിഡ് ഗ്രോത്ത് കർവ് ആണ്. ഇത് എക്സ്പൊണൻഷ്യൽ ആണ് അപ് ടു ദ ക്യാരിയിങ് കപ്പാസിറ്റി ഓൺലി. ഓക്കെ, ക്യാരിയിങ് കപ്പാസിറ്റിയിൽ ഇത് സ്റ്റേഷനറി ഫേസ് കാണിക്കുന്നത് കൊണ്ട് ഇതിനെ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് എന്നാണ് പറയുക. വേൾഡ്സ് പെർ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് അല്ലെങ്കിൽ സിഗ്മോയിഡ് ഗ്രോത്ത് കർവ് എന്നൊക്കെയാണ് പറയുക. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ബൈ ദ ഇക്വേഷൻ dn by dt is equal to rn into k minus n by k ആണ്. where r and k, r ഗ്രോത്ത് റേറ്റ് ആണ്. ഗ്രോത്ത് റേറ്റിനെ ഇൻട്രിൻസിക് പവർ ഓഫ് നാച്ചുറൽ ഇൻക്രീസ് എന്നൊക്കെ പറയാം. ഇൻട്രിൻസിക് പവർ ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. അത് കിട്ടാനുള്ള ഇക്വേഷൻ r is equal to b minus d എന്നതാണ്. ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ് എന്നതാണ്. k ക്യാരിയിങ് കപ്പാസിറ്റി ആണ്. ഓൾറെഡി നമ്മൾ ക്യാരിയിങ് കപ്പാസിറ്റിനെ മെൻഷൻ ചെയ്തിരുന്നു, മോഡൽ എക്സാം ക്വസ്റ്റ്യൻ്റെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. റൈറ്റ്, ഗിവൺ ബിലോ ഈസ് എ ടേബിൾ വിച്ച് ഷോസ് ഇന്റർസ്പെസിഫിക് ഇന്ററാക്ഷൻ. നമ്മളോട് ഫില്ല് ചെയ്യാൻ പറയാണ്. പ്ലസ് മൈനസ് പാരസൈറ്റിസം ആണെങ്കിൽ മൈനസ് മൈനസിന്റെ പേര് അത് കോമ്പറ്റീഷൻ എന്നാണ്. കോമ്പറ്റീഷൻ. പ്ലസ് പ്ലസ് മ്യൂച്വലിസം, മ്യൂച്വലിസം. പ്ലസ് സീറോ commensalism, commensalism. മൈനസ് സീറോ അമെൻസാലിസം. ഈ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. A population has certain attributes that an individual organism does not. What are they? ഒന്നാമത്തേത് ലൈക്ക് ബർത്ത് റേറ്റ് തന്നെയാണ്. നേറ്റാലിറ്റി, നേറ്റാലിറ്റി, ദ ബർത്ത് റേറ്റ്, നേറ്റാലിറ്റി, ദ ബർത്ത് റേറ്റ് അതൊരു പോപ്പുലേഷൻ ആട്രിബ്യൂട്ടാണ്. നേറ്റാലിറ്റി, ക്യാപിറ്റൽ ലെറ്റർ ബി. ദ ബർത്ത് റേറ്റ്, ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസമിന് ബർത്ത് ആണ്, പോപ്പുലേഷന് ബർത്ത് റേറ്റ് ആണ്. രണ്ടാമത്തത് മോർട്ടാലിറ്റി ആണ്. ഡെത്ത് റേറ്റ്, ക്യാപിറ്റൽ ലെറ്റർ ഡി. The number of individuals died divided by initial number of population under the time of consideration. Right. അടുത്തത് സെക്സ് റേഷ്യോ ആണ്. ഒരു ഇൻഡിവിജ്വലിന് സെക്സ് ഡിറ്റർമിനേഷൻ ആണ്, പോപ്പുലേഷന് സെക്സ് റേഷ്യോ ആണ്. ദിസ് മച്ച് ഓഫ് മെയിൽ, ദിസ് മച്ച് ഓഫ് ഫീമെയിൽ ആൻഡ് ഓൾ. ആൻഡ് ഫൈനലി ഏജ് ഗ്രൂപ്പ്സ് ആണ്. ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസമിന് സ്പെസിഫിക് ഏജ് ആണ്, പക്ഷെ ഒരു പോപ്പുലേഷൻ ഏജ് ഗ്രൂപ്പ്സ് ആണ്. ലൈക്ക് പ്രീ റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ്, reproductive group and post reproductive groups. Match. Mutualism, mutualism in example ആയിട്ട് ഇവിടെ മൈക്രോറൈസ് വെച്ചിട്ടുണ്ട്. One is connected with the E. Predation, predation in example ആയിട്ട് അതൊരു ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ് ആണെന്ന predation ഒരു ആപ്ലിക്കേഷൻ ആണ് വെച്ചിട്ടുള്ളത്. ഒരു ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡാണ് predation. ഓക്കെ, പ്രേ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കൊമെൻസാലിസം, കൊമെൻസാലിസമിന് ഇവിടെ an orchid growing on a tree trunk വെച്ചിട്ടുണ്ട്. കൊമെൻസാലിസം പ്ലസ് സീറോ ഇന്ററാക്ഷൻ, കൊമെൻസാലിസം.
And finally, competition connect ചെയ്യാൻ ഇവിടെ ഗോസ് കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടുണ്ട്. രണ്ട്, കോമ്പറ്റീറ്റീവ് ഓർഗാനിസംസ് ഫോർ സെയിം റിസോഴ്സ് ലോങ് ടേം കോഎക്സിസ്റ്റ് ചെയ്യില്ല, thereby the inferior one will be eliminated എന്നതാണ്. Observe the figure given below. Identify the population growth curve A and B. എന്നതാ ഈ റെഡ് കളറുള്ള ആളെയാണ് ഇവിടെ മെൻഷൻ ചെയ്തത്. അത് ഇവിടുത്തെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണ്. എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കർവ് ആണ്, റൈറ്റ്? അതിന് ജെ ഷേപ്ഡ് ഗ്രോത്ത് കർവ് ആണ് കിട്ടുക. ആൻഡ് ബി എന്ന് പറഞ്ഞു തന്നത് ഇവിടെ ഒരു എസ് ഷേപ്പിലേക്ക് പോയതാണ്. അത് ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ്. വോൾസ്പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്, ലോജിസ്റ്റിക് ഗ്രോത്ത്. Okay. What do R and K stands for in this equation given in the figure? dn by dt is equal to Rn എന്ന് ഇവിടെ ഉണ്ട്. dn by dt is equal to Rn into K minus n by K ഉണ്ട്. Where R is the growth rate or the intrinsic power of natural increase, that is B minus D. And K the carrying capacity. Carrying capacity നെ severally നമ്മൾ explain ചെയ്തു. Nt plus 1 is equal to Nt plus B plus I minus D plus E is the equation to find the population density at a given time. What does B, I, D and E stands for? B for natality, the birth rate. I for immigration, the permanent incoming of organism. D for mortality, the death rate, mortality. And E for emigration, the permanent exit of an organism. Okay. Different types of population interactions has been observed in population. Write the type of interaction observed among the following. Orchid ophis and bees. അത് ഓർക്കിഡ് ഓഫ്രീസും ബീസും തമ്മിൽ ചെയ്യുന്ന ഇൻറ്ററാക്ഷൻ അത് ലൈക്ക് ഒരു സ്യൂഡോ കോപ്പുലേഷൻ ആണ്. സ്യൂഡോ കോപ്പുലേഷനിലേക്കാണ് ലീഡ് ചെയ്യുക. സ്യൂഡോ കോപ്പുലേഷനിലേക്കാണ് ലീഡ് ചെയ്തത്, റൈറ്റ്? അവിടെ the orchid is getting pollinated. പക്ഷെ ബീസിന് ആക്ച്വലി റിയൽ ലൈക്ക് കോപ്പുലേഷൻ അല്ല നടക്കുക. ടിക്സ് ആൻഡ് ഡോഗ്സ് അത് പാരസൈറ്റിസം ആണ്. ബർണാക്കിൾസ് ആൻഡ് വെയിൽസ് കൊമെൻസാലിസം ആണ്. ഫംഗസ് ആൻഡ് ഫോട്ടോസിന്തറ്റിക് ആൽഗെ ഫോമിംഗ് ലൈക്കൻ മ്യൂച്വലിസം ആണ്. സ്യൂഡോ കോപ്പുലേഷനിൽ ഓർക്കിഡിന് ബെനഫിറ്റ് ഉണ്ട്, പക്ഷെ ബീസിന് ഫെർട്ടിലൈസേഷൻ നടന്നില്ല. സ്യൂഡോ കോപ്പുലേഷൻ ആണ്. അതൊരു സെക്ഷൽ ഡിസീറ്റ് ആണ്. ക്വസ്റ്റ്യൻ: given below are the examples of some ecological population interaction. Place them under suitable column. Abingdon, tortoise and goat competition ആണ്. കോമ്പറ്റീഷനിലാണ് വരിക. അബിങ്ടൺ, ടോർട്ടോയിസ് ആൻഡ് ഗോട്ട്. കസ്ക്യൂട്ട ആൻഡ് ഹോസ് ട്രീ പാരസൈറ്റിസമിലാണ് വരിക. ഫിഗ് ട്രീ ആൻഡ് വാസ്പ് മ്യൂച്വലിസമിലാണ് വരിക. ആൽഗ ആൻഡ് ഫഞ്ചൈ ഇൻ ലൈക്കൻസ് അതും മ്യൂച്വലിസമിലാണ് വരിക. ബലാനസ് ആൻഡ് ഷതാമലസ് ബർണാക്കിൾസ് കോമ്പറ്റീഷനിലാണ് വരിക. ആൻഡ് ലൈസ് ഓൺ ഹ്യൂമൻസ് പാരസൈറ്റ് ആണ്, എക്ടോപാരസൈറ്റ്. Alright, moving on to the very last question, a small chapter as well. Natural interlinked food chains are called food web. Food web എന്നാണ് പേര്. Which of the following is a detritivore? Earthworm is a detritivore. Why is this not considered in the food chain? Okay. The rate of biomass production in an ecosystem is called the productivity. There are of two types: gross primary productivity and net primary productivity. How these productivities are linked, related? NPP, the net primary productivity, is equal to GPP, the gross primary productivity, minus R, where R is the respiration losses. അല്ലാതെ dn by dt is equal to Rnile R growth rate ആയിരുന്നു, intrinsic growth, intrinsic power of natural increase. Earthworms are commonly referred to as farmer's friend. Define fragmentation. Fragmentation is the breakdown of detritus. Into smaller fragments by detritivores. The first step of decomposition ആണ്, the process of breaking down of detritus into smaller particles, fragments.
In a forest ecosystem, different plant species are occupied in different vertical levels. അപ്പം നമുക്ക് ലൈക്ക് ഡിഫറെൻറ്റ് ലെവൽസിൽ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഓക്യുപ്പൈ ചെയ്യുന്നതായിട്ട് കിട്ടും. ആക്ച്വലി അത് സൺലൈറ്റിനോടുള്ള റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് പല ലൈക്ക് ലെവലിൽ പ്ലാന്റ്സ് ഓക്യുപ്പൈഡ് ആയത്. റൈറ്റ്, നെയിം സച്ച് വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ്, അതിൻ്റെ പേരാണ് സ്ട്രാറ്റിഫിക്കേഷൻ. സ്ട്രാറ്റിഫിക്കേഷൻ. ഓക്കെ. Which one of the following has the largest population in a food chain? അത് എപ്പോഴും ഉണ്ടാവുക ലൈക്ക് ആർക്കായിരിക്കും? പ്രൊഡ്യൂസേഴ്സിനായിരിക്കും ലാർജസ്റ്റ് നമ്പർ ഉണ്ടാവുക യൂഷ്വലി. Choose the correct answer. Rate of formation of new organic matter by consumers in an ecosystem is called the secondary productivity. Secondary productivity ആണ് the new organic matter produced by the consumers called the secondary productivity. Okay. Question. In a marine ecosystem, a population of phytoplankton, primary producer ആണ് phytoplankton, അത് 1,50,000 ഉണ്ട്. Supports a standing crop of fish 40,000. Draw the pyramid of biomass. ഇവിടെ biomass pyramid inverted ആവും. Biomass pyramidൽ phytoplanktonന്റെ ബയോമാസ് വളരെ കുറവായിരിക്കും. പ്രൈമറി പ്രൊഡ്യൂസറായ ഫൈറ്റോപ്ലാങ്ക്ടൻ്റേത് ലൈക്ക് ഫിഷസിൻ്റെ ലൈക്ക് പ്രൈമറി കൺസ്യൂമറിൻ്റെ വെയിറ്റ് വീണ്ടും കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇത് ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ് ആണ്. അക്വാട്ടിക് ഇക്കോസിസ്റ്റമിൻ്റെ സ്പെഷ്യാലിറ്റിയാണിത്. ഓക്കെ. ദ പിരമിഡ് ഓഫ് നമ്പേഴ്സ് ഇൻ ദിസ് ഇക്കോസിസ്റ്റം, ഇവിടുത്തെ പിരമിഡ് ഓഫ് നമ്പർ അപ്രൈറ്റ് തന്നെ ആയിരിക്കും. ബിക്കോസ് 1,50,000 ഫൈറ്റോപ്ലാങ്ക്ടൻസിനെ ഉണ്ട്, 40,000 ഉള്ളൂ ആര് ലൈക്ക് ഫിഷസ്. അതുകൊണ്ട് അപ്രൈറ്റ് പിരമിഡ് ഓഫ് നമ്പർ ആണ് ഇവർക്ക് കിട്ടുക. അപ്രൈറ്റ് പിരമിഡ് ഓഫ് നമ്പർ. നമ്പർ പിരമിഡ് ഇവിടെ ഫൈറ്റോപ്ലാങ്ക്ടൺ തന്നെയാണ് കൂടുതലുള്ളത്. പ്രൈമറി പ്രൊഡ്യൂസറായ ഫൈറ്റോപ്ലാങ്ക്ടൺ, പ്രൈമറി കൺസ്യൂമറായ ഫിഷിൻ്റെ കൗണ്ട് 40,000 ഉള്ളൂ. നമ്പർ പിരമിഡ് അപ്രൈറ്റും ബയോമാസ് പിരമിഡ് ഇൻവേർട്ടഡും ആണ് അക്വാട്ടിക് ഇക്കോസിസ്റ്റംസ്. എനർജി പിരമിഡ് ഈസ് ഓൾവേസ് അപ്രൈറ്റ് ഡ്യൂ ടു 10% law. Given number of individuals in a grassland ecosystem, grasshopper primary consumer ആയിട്ടാണ് നിൽക്കുക, ഗ്രാസ് പ്രൈമറി പ്രൊഡ്യൂസർ ആയിട്ടാണ് വരിക, വോൾഫ് ആൻഡ് ബേർഡ്സ്, ബേർഡ്സ് ഇവിടെ വോൾഫ് ഇവിടെ ടേർഷറി കൺസ്യൂമറായും ബേർഡ്സ് ഇവിടെ സെക്കൻഡറി കൺസ്യൂമർ ആയിട്ടുമാണ് ഉണ്ടാവുക. സോ ഡ്രോ എ പിരമിഡ് ഓഫ് നമ്പേഴ്സ് ഷോവിങ് വേരിയസ് ട്രോഫിക് ലെവൽസ്. ബോട്ടമിൽ എന്തായാലും പ്രൈമറി പ്രൊഡ്യൂസർ വേണം, അതിവിടെ ഒരുപാടുണ്ട്. ഗ്രാസ് ആണ് ലാർജസ്റ്റ് നമ്പർ ആണ്, പ്രൈമറി പ്രൊഡ്യൂസർ ഗ്രാസസ് ആണ്. ഓക്കെ. ദെറാഫ്റ്റർ പ്രൈമറി കൺസ്യൂമറിനെ വെക്കണം. പ്രൈമറി കൺസ്യൂമേഴ്സ് ഇവിടെ 1,500 ആണ്. 1,500 ആണ്, അത് ഗ്രാസ് ഹോപ്പർ ആണ്. ഗ്രാസ് ഹോപ്പർ ആണ് പ്രൈമറി കൺസ്യൂമർ. ഓക്കെ. 1,500 ഇൻ നമ്പർ ആണ്. ദെറാഫ്റ്റർ സെക്കൻഡറി കൺസ്യൂമർ ബേർഡ്സ് ആണ്. ബേർഡ്സ് ഇവിടെ ലൈക്ക് നമ്പർ വൈസ് 215 ആണുള്ളത് സെക്കൻഡറി കൺസ്യൂമർ. ഫൈനലി ഇവിടെ ഉള്ളത് വോൾഫ് ആണ്. വോൾഫ് ഇവിടെ ആകെ 28 നമ്പർ ആണ് ടേർഷറി കൺസ്യൂമർ. റൈറ്റ്. സോ ഡ്രോ എ പിരമിഡ് ഓഫ് നമ്പേഴ്സ്. ഇതാണ് ദ അപ്രൈറ്റ് പിരമിഡ് ആണ്. അപ്രൈറ്റ് പിരമിഡ് ഓഫ് നമ്പർ ആണ്. ഓക്കെ. എക്സ്പ്ലെയിൻ ട്രോഫിക് ലെവൽ. In any ecosystem, an organism occupies a particular level based on their source of food. Based on the source of food, each organism occupies a particular level in a food chain called a trophic level, like primary producer, primary consumer, secondary consumer, tertiary consumer, etc. Based on the source of food, an organism occupies a particular position in a food chain called a trophic level. Ecological pyramids are usually upright. Meanwhile, some pyramids of biomass is inverted. Explain the reason. That is in aquatic ecosystems. In aquatic ecosystems. Aquatic ecosystems in അവസ്ഥ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബയോമാസ് പിരമിഡ് ഈസ് ഇൻവേർട്ടഡ്. നമ്പർ പിരമിഡ് അപ്രൈറ്റ് തന്നെയാണ്. ബയോമാസ് പിരമിഡ് ഈസ് ഇൻവേർട്ടഡ് ബിക്കോസ് അവിടുത്തെ ഫൈറ്റോപ്ലാങ്ക്ടൺസിൻ്റെ ബയോമാസ് വളരെ കുറവാണ്. ഫൈറ്റോപ്ലാങ്ക്ടൺസ് ആണ് അവിടുത്തെ ഫോട്ടോസിന്തറ്റിക് മെമ്പേഴ്സ്. ഓക്കെ, പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. ഒരു ബയോമാസ് വളരെ കുറവാണ് കമ്പയർഡ് ടു ദ
fishes, biomass of fishes being the primary consumer. Humification leads to accumulation of a dark colored amorphous substance. Identify the substance. Humus. Humus ആണ് ആ substance. And its peculiarities already ഇവിടെ തന്നിട്ടുണ്ട്. Dark colored ആണ്. Amorphous ആണ്. Rich of nutrients ആണ്. Acts as reservoir of nutrients in the soil. Microbial resistance ഉണ്ട്. Okay. Question. Steps involved in the process of decomposition are given below. Construct a flowchart showing correct sequence of decomposition, choosing the words from the box. Detritus already ഇവിടെ തന്നിട്ടുണ്ട്. Thereafter നടക്കാൻ പോണത് fragmentation ആണ്. Fragmentation ശേഷമാണ് leaching. Thereafter catabolism. Then humification. Finally mineralization already തന്നിട്ടുണ്ട്. Okay. Identify the type of ecological pyramid given below. ഇവിടെ dry weight എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് ഇതൊരു pyramid of biomass ആണ്. ഇവിടെ മെൻഷൻ ചെയ്തത് സ്റ്റാൻഡിങ് ക്രോപ്പിനെയാണ്. സ്റ്റാൻഡിങ് ക്രോപ്പ് എന്നത് ഓരോ ട്രോഫിക് ലെവലിലുള്ള ബയോമാസിന്റെ അളവാണ്. ഡ്രൈ വെയിറ്റ് ആയിട്ടാണ് അക്യുറേറ്റ് ആയിട്ട് അത് മെൻഷൻ ചെയ്യുക. Pyramid of energy is always upright. Why? Due to 10% law of energy transfer ആണ്. ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് മറ്റൊരു ട്രോഫിക് ലെവലിലേക്ക് പാസ് ചെയ്യുന്ന എനർജീൻ്റെ അളവ് ജസ്റ്റ് 10% ഉണ്ടാവുള്ളൂ. റൈറ്റ്? അതുകൊണ്ട് എനർജി പിരമിഡ് ഈസ് ഓൾവേസ് അപ്രൈറ്റ് ആണ്. പ്രൈമറി പ്രൊഡ്യൂസറിന് 10,000 ജൂൾ എനർജി ഉണ്ടെന്ന് വിചാരിക്കൂ. അങ്ങനെയെങ്കിൽ അവിടുത്തെ പ്രൈമറി കൺസ്യൂമറിന് 1000 ജൂൾ എനർജിയെ കിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ സെക്കൻഡറി കൺസ്യൂമറിന് 100 ജൂളേ കിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ ടെർഷറി കൺസ്യൂമറിന് 10 ജൂളേ ഉണ്ടാവും. അതുകൊണ്ട് എനർജി പിരമിഡ് ഈസ് ഓൾവേസ് അപ്രൈറ്റ്. that much were the quick revision. ബോട്ടണി 5 chapters ആണ് നമ്മളിപ്പം ക്വിക്ക് റിവിഷനിൽ കംപ്ലീറ്റ് ചെയ്തത്. നിങ്ങൾക്കൊരു ഈസി റിവിഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻസ് ആസച്ച് അങ്ങനെ വരുമെന്നല്ല നമ്മൾ പറയുന്നത്. അതുമായി അതുമായി കോറിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടി വരിക. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫ്രം ദ എൻറ്റയർ ടീം ഓഫ് യൂണിവേഴ്സൽ. പ്രിപ്പയർ വെരി വെൽ ആൻഡ് പ്രസൻറ്റ് യുവർ ആൻസർ സ്ക്രിപ്റ്റ് വെരി വെൽ. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേ ക്വസ്റ്റ്യൻ ഇറഗുലർ ആക്കി എഴുതാതെ പ്രോപ്പർ ഓർഡറിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. ഓരോ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലും മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എഴുതാൻ റിക്വയർമെൻ്റ് ആക്കി വെച്ചിട്ടുണ്ടാവുക. അത് മാത്രം എഴുതാൻ ശ്രമിക്കുക. ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്തിട്ട്. പിക്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇല്ലുസ്ട്രേഷൻ കൊടുക്കുക. പോയിന്റ് ബൈ പോയിന്റ് ആക്കിയിട്ട് വേർഡുകളുടെ ഗ്യാപ്പും ലൈൻസിൻ്റെ ഗ്യാപ്പും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ആൻസർ സ്ക്രിപ്റ്റ് ഒരു ഈസ്തറ്റിക്കായി പ്രസൻറ്റ് ചെയ്യുക. Thus, you will get the best score as well. Thank you so much for watching. This is a bye from me. Thank you.